പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മുഖത്ത് നോക്കി തന്നെ പറയും. അതിന് പലർക്കും എന്നെ ഇഷ്ടമല്ല. ഇഷ്ടമല്ല, അല്ല അങ്ങനെയുള്ളവർ ഇഷ്ടപ്പെടത്തില്ല ആൾക്കാർ. അല്ല, ഇഷ്ടപ്പെടണ്ട. 50,000 60,000 രൂപ ശമ്പളമുള്ള ഒരു പ്രവാസി അവൻ നാട്ടിലോട്ട് വരുമ്പോൾ അവൻ്റെ അച്ഛന് സാധനങ്ങൾ, അമ്മയ്ക്ക് സാധനങ്ങൾ, അയൽപ്പക്കക്കാർക്ക് സാധനങ്ങൾ, ഫ്രണ്ട്സിന് സാധനങ്ങൾ, അവന് തൃപ്തി വരില്ല. അവൻ വന്ന് ലാൻഡ് ചെയ്താലും അവന് തൃപ്തി വരില്ല. അവൻ പിന്നെയും ഡ്യൂട്ടി പേ ഷോപ്പിൽ സാധനം വാങ്ങും. ഇതൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ ഇവനൊരു ചോദ്യം കേൾക്കും, നീ ഈ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തത്? 1 ലക്ഷവും 1.5 ലക്ഷം രൂപയും ശമ്പളമുള്ള IT പ്രൊഫഷണൽ ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ നാട്ടിലോട്ട് വരുമ്പോണ്ടല്ലോ, അവൻ്റെ ബാഗിൽ മുഷിഞ്ഞ കുറച്ച് ഡ്രസ്സും ഒരു ഹെഡ്സെറ്റും. വിജയിച്ചു എന്ന് നമ്മൾ കരുതുന്ന ആളുകൾ എല്ലാവരും ഇതുപോലെ ഫോക്കസ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. മമ്മൂട്ടി ഫോക്കസ് സിനിമ, സക്സസ് ആണ്. ആൾക്ക് ഹെയ്റ്റേഴ്സ് ഉണ്ടോ, ഇഷ്ടപ്പെടുന്നവരുണ്ടോ, അതൊക്കെ വേറെ വിഷയം. ഇൻഡസ്ട്രിയെ പറ്റി പറഞ്ഞാൽ അങ്ങോരുടെ പേര് പറയാതെ അവിടെ നിന്ന് പോകാൻ പറ്റില്ല. ഹി മെയ്ഡ് ആൻ ഇമ്പാക്ട്. ഒരുത്തനും ഇല്ല പെർഫെക്റ്റ് ആയിട്ട്. നോബഡി ഈസ് പെർഫെക്റ്റ് ഇൻ ദ വേൾഡ്. ദർ ഈസ് നോ പെർഫെക്റ്റ് റൂളർ, ദർ ഈസ് നോ പെർഫെക്റ്റ് പൊളിറ്റീഷ്യൻ, ദർ ഈസ് നോ പെർഫെക്റ്റ് ആക്ടർ. ഇപ്പം നമ്മുടെ മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും ഇഫ് ദേ ആർ ട്രൈങ് ടു മേക്ക് ദറ്റ് മൂവി അഗെയിൻ, ചിലപ്പോൾ ഇതിനേക്കാൾ ഇമ്പ്രൂവൈസ് ചെയ്യാൻ അവർക്ക് പറ്റുമായിരിക്കും. ഈ പ്രണയജീവിതമല്ല കുടുംബജീവിതം ഞാൻ കേട്ടിട്ടുണ്ട്. 100%. ഈ പ്രണയജീവിതത്തിൽ നമ്മൾ പോസിറ്റീവ് മാത്രമേ കാണൂ. പാർട്ട്ണറുടെ കുടുംബജീവിതം ആകുമ്പോൾ നമ്മൾ രണ്ടും കാണും. എൻ്റെ ചെറിയ മോള് വരുമ്പോൾ, മോളെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും, പ്രൊഫഷണലി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അവള് പറയും, അമ്മ അപ്പന് ഭ്രാന്തായി എന്തൊക്കെയോ പറയുന്നത്. അവളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ ആരാവണം? എൻ്റെ സൂപ്പർ ഹീറോ ഡാഡ് ആവണം. ഏറ്റവും സ്പീഡിൽ കാർ ഓടിക്കാൻ പറ്റുന്നത് പ്രവീൺ ചെറിയ. ഗ്യാസും കുറ്റിയൊക്കെ ഒറ്റയ്ക്ക് പോക്കാൻ പറ്റും, ഭയങ്കര സ്ട്രോങ് ആണ് ആള്. കാലിക്കുറ്റിയായിരുന്നു വയ്യത്. ഭാര്യയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ റൊമാൻറ്റിക് ഹീറോ ആവണം. അപ്പൊ ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് സെൻസ്. നിങ്ങളെ ആദ്യമായിട്ട് നിങ്ങൾക്കൊരു ഉമ്മ തന്ന ആളാരാ? അമ്മ. ആദ്യത്തെ ട്യൂഷൻ ടീച്ചർ അമ്മ. ആദ്യത്തെ ഷെഫ് അമ്മ. ആദ്യത്തെ ഡാൻസ് കൊറിയോഗ്രാഫർ അമ്മ. ആദ്യത്തെ മ്യൂസീഷ്യൻ അമ്മ. ആദ്യത്തെ പൊളിറ്റീഷ്യൻ അമ്മ. ആദ്യത്തെ റിലീജിയസ് ഗുരു അമ്മ. എല്ലാം അമ്മയോടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ യൂട്യൂബ് ചാനലില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും മാത്രമേ ഉള്ളൂ. മിലേനിയം എന്നൊക്കെ പറഞ്ഞ ഇത്രയും വലിയ ഗ്രൂപ്പാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങൾ ഇത്രയും വലിയൊരു പ്രസ്ഥാനമാണെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ എനിക്കൊരു ആഗ്രഹം, യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാം. നമ്മുടെ പണി പോയി. ഒരു ഫാമിലി സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു നാട് ഭരിക്കാൻ, കുടുംബം ഭരിക്കാൻ പാടാണ്. ശരിയാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ ചിന്താഗതികളല്ലേ. ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നോബഡി ഈസ് പെർഫെക്റ്റ് ഇൻ ദ വേൾഡ്. ഒരുത്തനും ഇല്ല പെർഫെക്റ്റ് ആയിട്ട്. അതും ചൊല്ലല്ലേ, അതും കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. നോബഡി ഈസ് പെർഫെക്റ്റ് ഇൻ ദ വേൾഡ്. ദർ ഈസ് നോ പെർഫെക്റ്റ് റൂളർ, ദർ ഈസ് നോ പെർഫെക്റ്റ് പൊളിറ്റീഷ്യൻ, ദർ ഈസ് നോ പെർഫെക്റ്റ് ആക്ടർ, ദർ ഈസ് നോ. ഇപ്പം നമ്മുടെ മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും, നിങ്ങൾ ഫിലിം ഇൻഡസ്ട്രി ആയതുകൊണ്ടാട്ടോ ഈ എക്സാമ്പിൾസുകൾ ഇങ്ങനെ വരുന്നത്. ദുൽഖർ ആയാലും ടൊവിനോ ആയാലും, ഇഫ് ദേ ആർ ട്രൈങ് ടു മേക്ക് ദറ്റ് മൂവി അഗെയിൻ, ചിലപ്പോൾ ഇതിനേക്കാൾ ഇമ്പ്രൂവൈസ് ചെയ്യാൻ അവർക്ക് പറ്റുമായിരിക്കും. ഒരു ചാൻസും കൂടി കിട്ടിയാൽ. നമ്മുടെ ഈ ഇന്റർവ്യൂ തന്നെ നമ്മൾ ചിലപ്പോൾ ഒന്നുകൂടി ഷൂട്ട് ചെയ്താൽ ചിലപ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ആക്കാൻ പറ്റും. ഇത് കണ്ട്, ഇതിന്റെ ഔട്ട് കണ്ട് നമ്മൾ നോക്കി ആ സാധനം മാറ്റി ഇതാക്കിയാൽ തിരുവനന്തപുരം നന്നാവും എന്നൊക്കെ നമുക്ക് തോന്നിയാൽ സജഷൻസ് ഉണ്ടാവും. അത് ഇംപ്രൂവ്മെന്റിന് കയ്യും കണക്കില്ലല്ലോ. ഉറപ്പായിട്ടും. അത് ഏത് വലിയ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സിനിമ എടുത്താലും അതിനേക്കാൾ മിടുക്കനായിട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകൾ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട്. എന്തുകൊണ്ട് അവരൊന്നും എത്തപ്പെടുന്നില്ല? അതാണല്ലോ ലോകം. അതിനല്ലേ ഈ ലൈഫ് എന്ന് പറയുന്നത്. എല്ലാവരും സക്സസ്ഫുൾ ആയിരിക്കും. ഭയങ്കര കോമഡി ആവില്ല അതിന്. ഈ എറണാകുളത്തുള്ള എല്ലാവരും വ്ളോഗർമാരായുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ചെയ്ത എല്ലാ കാര്യവും ഇവിടെയുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റും തന്നെയാണ്. ഉറപ്പായിട്ടും. സംതിങ് സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും വേണമെങ്കിൽ ട്രെയിനർ ആവാം. ഇപ്പം എല്ലാവരും കോർപ്പറേറ്റ് ട്രെയിനർ ആയാൽ പ്രവീൺ ചെറിയത്ത് അങ്ങനെ ജീവിക്കും. ഈ നാട്ടിൽ കള്ളന്മാരും വേണം, പോലീസുകാരും വേണം, പട്ടാളക്കാരും വേണം, രാഷ്ട്രീയക്കാരും വേണം, എല്ലാവരും വേണം. അതിനെയാണ് ഈ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് അല്ലേ. ഈ എല്ലാവരും കൂടി ചേരുമ്പോഴേ ഇതിനൊരു ഭംഗിയുള്ളൂ. ഇരുട്ടുണ്ടെങ്കിലേ വെളിച്ചത്തിന് ഭംഗിയുള്ളൂ, അല്ലെങ്കിൽ മൊത്തം ബോറായിരിക്കും. ബ്രോ ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് പല സ്വഭാവക്കാരായിട്ടുള്ള കുട്ടികളുണ്ട്, പല മൈൻഡായിട്ടിരിക്കുന്നവരുണ്ട്. ഇവരെ എല്ലാം കോർത്തിണക്കി അല്ലെ നമ്മൾ പറയുന്ന ക്ലാസ്സിനെ ഇഷ്ടപ്പെടുത്തുന്ന രീതി എങ്ങനെയാണ്? അല്ല, ഇതെന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിനെ ഇഷ്ടപ്പെടുത്തുക വെച്ചാൽ ഇപ്പോൾ 100% നമുക്ക് ഒരു ക്രൗഡിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഇമ്പോസിബിൾ. അത് ഒരിക്കലും നടക്കില്ല. അത് ഏത് സിനിമയാണെങ്കിലും, ഏത് ഇന്റർവ്യൂ ആണെങ്കിലും, ഏത് ക്ലാസ് ആണെങ്കിലും അതിന് ഇഷ്ടമുള്ളവരും ഉണ്ടാവും, ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും. ഇഷ്ടമുള്ളവരെ നോക്കുക, ഇഷ്ടമില്ലാത്തവരെ തള്ളുക, പരിപാടി കഴിഞ്ഞു. പക്ഷെ ഇഷ്ടമുള്ളവരുടെ എണ്ണം കൂട്ടുന്നതാണ് പിന്നെയും നമുക്ക് വർക്ക് കിട്ടാൻ നല്ലത്. എത്രോളം വേദികളിൽ പോയിട്ടുണ്ട്? ഒരു സുമാർ കണക്കൊക്കെ പറ്റുള്ളൂ. കറക്റ്റ് ഒന്നും ഇതിനെ അസസ് ചെയ്യാൻ പറ്റില്ല. ഓർമ്മയിൽ വന്നത് ഇതുപോലെ തന്നെ ഒരു 2 വർഷം മുമ്പ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഒരു ഓഡിറ്റിംഗ് എടുത്ത് നോക്കിയപ്പം
കിട്ടിയ ഒരു ഫിഗറിൽ നിന്ന് കൂട്ടി വെച്ച് വന്നപ്പം ഇപ്പോൾ ഒരു 197ഓളം കമ്പനികൾക്ക് ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. ഓ ഒരു 6 ലക്ഷത്തിൽ കൂടുതൽ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. 6 ലക്ഷം. ഉം. ഉം. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുന്ന എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോഴും പറയുന്ന വാക്കുകളും പറയുന്ന ക്ലാസ്സുകളും ആർക്കെങ്കിലും ഇൻസ്പയർ ആയിട്ട് വന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ നമുക്ക് ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടാവാറുണ്ട്. വന്ന് സംസാരിച്ചവരിൽ ഏറ്റവും മനസ്സിൽ സന്തോഷം തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അവർ പറഞ്ഞത്? അല്ല ചില ചില സമയത്ത് ചില ആളുകൾക്ക് നമ്മളൊരു ഇൻസ്പയർ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മോട്ടിവേഷൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ആകെ 2 ദിവസം 3 ദിവസമാണ്. ഉം. പക്ഷെ ഇൻസ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കല്ലിച്ച് കിടക്കും. കിടക്കും. അതെ. അപ്പം ചില ആളുകൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയാറുണ്ട്, അന്ന് നിങ്ങളുടെ ടോക്കിൽ നിങ്ങൾ അന്ന് പറഞ്ഞ ഒരു സെൻറ്റൻസ് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഉം. ചിലപ്പോൾ ആ വാക്ക് എൻ്റെ വാക്കൊന്നും ആയിരിക്കില്ല, അത് ചിലപ്പോൾ ഏതെങ്കിലും കൊട്ടേഷൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ അവിടെ പറയുന്ന രീതിയാ. അത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരാളുണ്ടാവണ്ടേ. അതെ. സോ ഐ എം എൻ ഏജന്റ്. അത്ര മതി. അങ്ങനെ മോട്ടിവേഷൻ ചിന്തിച്ചാൽ പ്രശ്നം തീരും. സ്പീക്കറായിട്ട് സംസാരിക്കുമ്പോഴും ക്ലാസ്സുകൾ എടുക്കുമ്പോഴും കാണുന്ന സോഷ്യൽ മീഡിയയിലെ പ്രേക്ഷകർ ഒന്നടക്കം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രവീൺ ചെറിയത്ത് ഇത്രയും മോട്ടിവേഷൻ മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ പ്രവീൺ ചെറിയത്ത് ലൈഫിൽ ഒരു മോട്ടിവേഷൻ ഉള്ള വ്യക്തിയാണ്. 100%. എനിക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ഞാൻ ചില ആളുകളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളെന്താ മോട്ടിവേഷൻ്റെ ഹോൾസെയിൽ ഡീലറാണോ? അല്ലല്ലോ. നമ്മൾ നമ്മുടെ ലൈഫിൽ തളർന്നു പോകുന്ന സമയമുണ്ട്, ഉം. ടെൻഷൻ ആവുന്ന സമയമുണ്ട്. ഇപ്പം അജിൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ കഴിഞ്ഞ മാസം കണ്ടു ആളെ. എവിടെയായിരുന്നു? സ്വിറ്റ്സർലൻഡിൽ വെച്ചിട്ട്. ഉം. ഞാനൊരു യൂറോപ്പ് ട്രിപ്പ് പോയതാണ്. അങ്ങനെ സ്വിറ്റ്സർലൻഡിൽ ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് തിരിച്ച് ഞാൻ നോർവേയിലോട്ട് പോവാം. Okay. അപ്പം ഈ കറക്റ്റ് റൂട്ട് പറയുകയാണെങ്കിൽ സൊറൈൻബർഗ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് എൻ്റെ സ്കൂൾ ഉണ്ടായിരുന്നത്. അവിടുന്ന് ലുസേൺ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ എൻ്റെ പാസ്പോർട്ട് കാണാനില്ല. ഞാൻ വന്ന ബസ്സിൽ, ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് പോയിരുന്നത്. ഉം. വന്ന ബസ്സിൽ ഈ പാസ്പോർട്ട് വീണുപോയി. എപ്പോഴോ ഫോൺ എടുത്തപ്പോൾ വീണ് പോയി. ആ. ലുസോണിലേക്കുള്ള ട്രെയിൻ കയറാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിൽ പാസ്പോർട്ട് കാണാതെ. കണ്ണിൽ ഇരുട്ട് കയറുന്ന ഒരു നിമിഷമായിരുന്നു. കാരണം വെച്ചാൽ മോട്ടിവേഷൻ ഒന്നും ആ സമയത്ത് വർക്കൗട്ട് ആവില്ല. കാരണം പാസ്പോർട്ടിലാണ് ശങ്കർ വിസ ഇരിക്കുന്നത്. പാസ്പോർട്ട് ഇല്ല, പിന്നെ അവിടെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് നമുക്ക് മനസ്സിൽ വന്ന ഒരു ധൈര്യമുണ്ട്. ഉം. ഞാൻ അന്ന് അപ്പോൾ മനസ്സിൽ തീരുമാനിച്ചത്, ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മൾ പേടിക്കല്ല വേണ്ടത്, ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടതെന്ന് ഞാനൊരു 10 പ്രാവശ്യം പറഞ്ഞു. ഓക്കെ. അപ്പോൾ തന്നെ മൈൻഡ് ക്ലിയർ ആയി. ഉം. അപ്പോൾ ഞാൻ അന്ന് ചിന്തിച്ചത് എന്താ വെച്ചാൽ, ഇനി തിരിച്ച് ലുസേണിൽ പോയിട്ട് അല്ലെങ്കിൽ സൂറിച്ചിൽ പോയി അവിടുത്തെ എയർപോർട്ടിൽ ഇത് കംപ്ലൈൻറ്റ് ചെയ്യണോ, പോലീസ് സ്റ്റേഷനിൽ പറയണോ, അതോ ഇവിടുന്ന് തന്നെ അന്വേഷിച്ച് തുടങ്ങണം? അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഉത്തരം എന്താ, അവിടെ പോയിട്ട് ഇനി ഇത് അന്വേഷിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണ്ടേ, വരണം. അപ്പോൾ ഇവിടുന്ന് തന്നെ തുടങ്ങാം എന്ന് കരുതി അവിടെയുള്ള ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ ഉണ്ടോ എന്ന് നോക്കി. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ ഈ റിഫ്ലക്ടറൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരാൾ അവിടുത്തെ സ്റ്റാഫാണെന്ന് എനിക്ക് തോന്നി. അയാളുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ കണ്ടപ്പം അവിടെ പോയി ഞാൻ അയാളുടെ അടുത്ത് കാര്യം പറഞ്ഞു, ഇങ്ങനെ പാസ്പോർട്ട് മിസ്സായി, ഞാൻ എന്താ ചെയ്യേണ്ടത്, പോലീസിൽ അറിയിക്കണോ ചോദിച്ച വഴിക്ക് അയാൾ എവിടെയാണ് മിസ്സാവാൻ സാധ്യത എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കഴിഞ്ഞ ബസ്സിൽ എന്തെങ്കിലും ഉണ്ട്. ഞാൻ കാരണം എന്താ വെച്ചാൽ അതെനിക്ക് എത്ര ഉറപ്പെന്താ വെച്ചാൽ, ഈ പാസ്പോർട്ടിനകത്തായിരുന്നു ഞാൻ ടിക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടിക്കറ്റ് ബസ്സിൽ ടാപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നലെ കയറിയിട്ട് നമ്മൾ ടാപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സമയത്ത് എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്. പിന്നെ ബസ്സിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് അത് കാണാത്തത്. അപ്പോൾ അതിനകത്ത് ബസ്സിനകത്തായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. ഇയാൾ അപ്പം തന്നെ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കുറേ നേരം സംസാരിച്ച് അവിടെയൊക്കെ നടന്ന് പിന്നെയും തിരിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, വിച്ച് കളർ ഈസ് യുവർ പാസ്പോർട്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബ്ലാക്ക് ആണ്, ഇന്ത്യൻ പാസ്പോർട്ടാണെന്ന്. വീണ്ടും അയാൾ ജർമ്മനിൽ എന്തൊക്കെയോ സംസാരിച്ചിങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പാസ്പോർട്ട് കിട്ടിയിട്ടോ എന്ന്. 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ബസ്സിന് ഇങ്ങോട്ട് 6 മണിക്കാണ് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വന്നാൽ ശരിയാവില്ല, കാരണം എനിക്ക് 8:30 സൂറിച്ചിൽ നിന്ന് നോർവേയിലേക്കുള്ള ഫ്ലൈറ്റാണ്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും ഫോൺ എടുത്ത് ഇങ്ങനെ കുറേ കിടന്ന് കറങ്ങി നടന്ന് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, രണ്ടാമത് വരുന്ന ബസ്സിൽ നിൻ്റെ പാസ്പോർട്ട് ഉണ്ടാവുന്നു. അപ്പോൾ അവിടുന്ന് ഓപ്പോസിറ്റ് വരുന്ന ബസ്സിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഈ പാസ്പോർട്ട് ഇവർക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഈ ബസ്സിൻ്റെ ഓപ്പറേറ്റേഴ്സിനെ വിളിച്ച് ഈ ബസ് ഡ്രൈവറെ ട്രാക്ക് ചെയ്ത് ബസ് ഡ്രൈവറുടെ ഫോണിലേക്ക് വിളിച്ച് ബസ് ഡ്രൈവറോട് പാസഞ്ചർ അനൗൺസ്മെൻറ്റ് നടത്താൻ പറഞ്ഞു. അങ്ങനെ അയാൾ ബസ്സിൽ പാസഞ്ചർ അനൗൺസ്മെൻറ്റ് നടത്തി, ഇങ്ങനെ ഒരു പാസ്പോർട്ട് മിസ്സായിട്ടുണ്ട്, എല്ലാവരും തപ്പാൻ പറഞ്ഞു. എല്ലാവരും അന്വേഷിച്ചു, കണ്ടുപിടിച്ചു, പാസ്പോർട്ട് ഡ്രൈവറിലെത്തി. ഡ്രൈവറെ തൊട്ടടുത്ത ബസ്സിലോട്ട് അങ്ങോട്ട് പോകുന്ന ഓപ്പോസിറ്റ് പോകുന്ന ബസ്സുകാരനെ വിളിച്ച് അയാളേക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്ത് ആ ബസ് 20 മിനിറ്റിൻ്റെ ഉള്ളിൽ എൻ്റെ അടുത്ത് വിട്ടെത്തും. ഇത് പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു, എൻ്റെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞു, ഇനി എൻ്റെ ഫാമിലി ടൈമാണ്, സോ ഐ എം ഗോയിങ് ഹോം. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഇത് പാസ്പോർട്ട്, നീ ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, രണ്ടാമത്തെ ബസ്സിൽ ഡ്രൈവറിലുണ്ട്. ഓക്കെ. അയാൾ ബാഗ് എടുത്ത് അയാൾ പോയി. ആ ഒരു 20 മിനിറ്റ് അജിൻ എൻ്റെ ലൈഫിൽ ഒരു മിനിറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം സമയം ഇങ്ങനെ പോകുന്നില്ല, പക്ഷെ ചെറിയൊരു ആശ്വാസമുണ്ട് പാസ്പോർട്ട് കിട്ടിയെന്ന് അറിഞ്ഞതിൽ. പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ ബസ്സിൽ
ഈ പാസ്പോർട്ട് കയ്യിൽ കിട്ടി. ഉം. അയാളുടെ പേര് ആൻഡ്രേ എന്നാണ്. ആ വ്യക്തിയുടെ പേര്. ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അയാൾ വേറെ ഒരു വെയറബൗട്ട്സും പറഞ്ഞില്ല. അയാൾ എവിടെയാണ് താമസിക്കണേന്ന് അറിഞ്ഞില്ല. അയാൾ ആ ജോലി കഴിഞ്ഞിട്ട് എന്തിനാ അവിടെ നിന്നേ? അതെ. ഒന്ന് ചിന്തിച്ചാല് ചെയ്തു തരേണ്ട പോലും ആവശ്യമില്ല. ആവശ്യമില്ല. ഉം. ഇനി നമ്മുടെ നാട്ടിലാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ എത്ര ആൾ നമ്മളെ സഹായിക്കും? ദയവായി പണി ഈ നോക്കണം. പാസ്പോർട്ട് പോയിട്ട് 23ാമത്തെ മിനിറ്റിൽ ഈ പാസ്പോർട്ട് എൻ്റെ കയ്യിലേക്ക് തിരിച്ചെത്തി. ഓക്കെ. അത് അവിടുത്തെ സിസ്റ്റം കൊണ്ടായിരിക്കാം, വാട്ട് എവർ മേ ബി. പക്ഷേ ആ ആൻഡ്രേ എന്ന് പറഞ്ഞ ആളുടെ മുഖം ഉണ്ടല്ലോ, അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ വിശ്വസിക്കണു അതാണ് ദൈവം. ഉം. അല്ലേ? അല്ലെങ്കിൽ ദൈവം അയാളുടെ രൂപത്തിൽ വന്നു. ഇത് ചിലപ്പോൾ അന്ധവിശ്വാസമാണെന്ന് പറയാം, ദൈവമല്ല അത് സിസ്റ്റമാണെന്നൊക്കെ പറയാം. പക്ഷെ എനിക്ക് ഇങ്ങനെ വിശ്വസിക്കാനാണ് സൗകര്യമൊന്നും. എനിക്ക് വേണ്ട സമയത്ത് എന്റെ കാര്യങ്ങൾ നടന്നു. അത് ദൈവം. അതെ. അതെ. എനിക്ക് ഇങ്ങനെ വിശ്വസിക്കാനാണ് സൗകര്യം. ഉം. അത് അങ്ങനെ വിശ്വസിക്കുമ്പോൾ എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വൈ നോട്ട്? അതെൻ്റെ സ്വാതന്ത്ര്യമല്ലേ? അപ്പോൾ ദൈവം ഉണ്ടോ ഇല്ലയെന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയാണ് ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. നമ്മളെ സഹായിക്കാൻ, നമ്മളെ ചില സമയത്ത് കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ആൻഡ്രേ എന്ന് പറഞ്ഞ ആളെ ഞാൻ എന്തിന് കണ്ടുമുട്ടണം? ആൻഡ്രേ എന്ന് പറഞ്ഞ ആൾക്ക് പാസ്പോർട്ട് കണ്ടുപിടിച്ച് കൊടുക്കലാണോ പണി? അല്ല. ആൻഡ്രേ എന്ന് പറഞ്ഞ ആൾ ഞാൻ സംസാരിച്ചപ്പോൾ, പൊതുവേ ഈ യൂറോപ്യൻ യൂണിയനിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഇവർ ഒഴിഞ്ഞു മാറും. കാരണം അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഓക്കെ. ആ. അപ്പോൾ അവർ ഇംഗ്ലീഷിൽ സംസാരിക്കണമെന്നില്ല. അപ്പോൾ അവർ പറയും സ്പീക്ക് ഇൻ ജർമ്മൻ എന്നൊക്കെ പറഞ്ഞ് അവർ മാറി നിൽക്കും. ഉം. പക്ഷേ അത് വന്നില്ല. ഞാൻ ഈ സംസാരിക്കാൻ ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്ത ഈ ആൻഡ്രേക്ക് തന്നെ ഇംഗ്ലീഷ് അറിയുന്നു. ഇതിൻ്റെ ഒക്കെ പുറകിൽ എന്തോ ഒരു മിസ്റ്ററി ഇല്ലേ? ഉണ്ട്. അയാളെ എന്തിന് ഞാൻ കണ്ടുമുട്ടി? ഇനി ആ സമയത്ത് ഞാനൊരു പൊട്ടത്തരത്തിന് അവിടുന്ന് എങ്ങനെയെങ്കിലും പോയി വേറെ ഏതെങ്കിലും ട്രെയിനിൽ കയറിപ്പോയി തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ആൻഡ്രേ അവിടെ ഉണ്ടാവില്ല. ഞാൻ ആരോട് സംസാരിക്കും? ഞാൻ ചിലപ്പോൾ ഇത് പോലീസ് സ്റ്റേഷനിൽ പോയി പറയുമായിരിക്കും. അപ്പോൾ പോലീസ് എന്താ ചെയ്യുക? അവിടുന്ന് ഇന്ത്യൻ എംബസിയെ കൊണ്ടുപോകും. അവിടുന്ന് എൻ്റെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യും. അപ്പോഴത്തേന് ഫ്ലൈറ്റും പോകും. ഫ്ലൈറ്റ് കൺഫേം ആയിട്ട് പോകും. പിന്നെ അവിടുന്ന് പോകാൻ കഴിയില്ല. അവിടുന്ന് എക്സിറ്റ് അടിച്ച് എന്നെ ഇന്ത്യയിലോട്ട് കൊണ്ടുവരും. അപ്പോൾ എൻ്റെ ട്രിപ്പ് കൊളാവും. അതിനേക്കാൾ ഉപരി എൻ്റെ ആ പാസ്പോർട്ടിലുള്ള ഇത്രയും കാലത്തെ സീലുകൾ, ഞാൻ ഇത്രയും രാജ്യങ്ങളിൽ പോയി എന്നുള്ള എൻ്റെ തെളിവുകൾ, പിന്നെ അത് മാത്രം ഒക്കെ പോട്ടെ, ഡിസ്കംഫർട്ട് ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. ഇനി ഈ വിശേഷം ഞാൻ വീട്ടിലോട്ട് വിളിച്ച് പറയുമ്പോൾ വീട്ടിലുള്ളവരുടെ ടെൻഷൻ. ഇതെന്തായാലും ഒരു 2 മണിക്കൂർ കൊണ്ടൊന്നും ഇപ്പോൾ അവർ എക്സിറ്റ് അടിച്ചിട്ട് നാട്ടിലോട്ട് വിടാൻ പോകുന്നില്ല. തോന്നില്ല. അതെ. ചിലപ്പോൾ ഒരു 1-2 ദിവസം അവിടെ കസ്റ്റഡിയിൽ ഇരിക്കേണ്ടി വരും. ഉം. അപ്പോൾ ഞാൻ എവിടെ ഇരിക്കേണ്ടി വരും? ഏതെങ്കിലും സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വരും. അല്ലേ? അപ്പം ഇതിൽ നിന്നൊക്കെ എന്നെ ഒരു 23 മിനിറ്റ് കൊണ്ട് രക്ഷിച്ച ആളെ എനിക്ക് ദൈവം എന്ന് വിളിക്കാലോ. വിളിക്കാം. 2, ചിലപ്പോൾ എനിക്ക് മോനെ നീ പാസ്പോർട്ട് ഒന്ന് ശ്രദ്ധിക്കടാ എന്ന് ഒന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടാവുക. ഉണ്ടായിട്ടുള്ള. അതെ. അതിനുശേഷം ഭയങ്കര കയറിങ് ആയിരുന്നു. അതിന് മുമ്പും കയറിങ് ആയിരുന്നു. കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ നമ്മുടെ ലൈഫിൽ ഓരോന്നും നടക്കുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയാണ്. 100% സംഭവിക്കുന്ന എല്ലാം ഗുഡിന്. മറ്റേ തുരുപ്പുകുലാനിൽ മമ്മൂട്ടി പറഞ്ഞ പോലെ സംഭവിക്കുന്നതൊക്കെ നല്ലതിന്. നിങ്ങൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ, 2 മൈനേനെ കണ്ട ഭാഗ്യം, അതെ. ഒറ്റ മൈനേനെ കണ്ട ഭാഗ്യമില്ല. ഭാഗ്യമില്ല. ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ ഒറ്റ മൈനേനെ കണ്ടേ, ഒറ്റ മൈനേനെ കണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് വീണ്ടും ഫ്രണ്ട് നിൽക്കുന്ന ഒരു ആഞ്ഞിലി മരം ഒറ്റ വീഴ്ച. ഉം. ഇയാൾ അപ്പം തന്നെ തുടങ്ങി വൃത്തികെട്ട കിളിയെ കണ്ടിറങ്ങി നാശമായി. നാശം തുടങ്ങി. ഈ ആഞ്ഞിലി വീണത് ഒരു ഓട്ടോറിക്ഷയുടെ മുകളിലോട്ട്. ഓട്ടോറിക്ഷയിൽ കുറേ സ്കൂൾ കുട്ടികളുണ്ടായിരുന്നു. ആകെ ചോര ബഹളമയം. ഉം. ഇയാൾ വീണ്ടും ശപിക്കാൻ തുടങ്ങി. വൃത്തികെട്ട കിളി, ഇതിനെ കണ്ട് എന്നിറങ്ങിയോ അന്നൊക്കെ ദോഷ. ഉം. ആംബുലൻസ് വരുന്നു, കൊച്ചുങ്ങളെ കൊണ്ടുപോകുന്നു, ഫയർഫോഴ്സ് വരുന്നു, മരം വെട്ടി മുറിച്ച് മാറ്റുന്നു, കാര്യങ്ങളൊക്കെ റോഡൊക്കെ ക്ലീൻ ചെയ്യുന്നു. ഇയാൾ വീണ്ടും വണ്ടിയെടുത്ത് ഓഫീസിലോട്ട് ഇറങ്ങി. കുറച്ച് ദൂരം ഞാൻ നോക്കിയത് ആ നടു റോട്ട് ഒരു പൂരം ഉത്സവം, ഉം. ആകെ ബ്ലോക്ക്. ഇയാൾ വീണ്ടും പറഞ്ഞു ആ വൃത്തികെട്ട കിളിയെ വെടിവെച്ച് കൊല്ലണം. വീണ്ടും തടസ്സങ്ങൾ തന്നെ തടസ്സങ്ങൾ. ഉം. അവിടുന്ന് വീണ്ടും അയാൾ കുറേ സമയം പോയി, വീണ്ടും മുന്നോട്ട് പോയി. അപ്പം ഇയാളുടെ ഓഫീസിലെ MD വന്ന് വിസിറ്റ് കഴിഞ്ഞ് MD തിരിച്ചു പോയി. MD ചോദിച്ചു അയാൾ എന്തേ വരാത്തതെന്ന്. അപ്പോൾ അയാളിന്ന് ട്രാഫിക് ബ്ലോക്കാണ്, 2 ചീത്തയും പറഞ്ഞ് അയാൾ പോയി. ഉം. MD പോയി. ഇയാൾ വീണ്ടും പറഞ്ഞു ആ വൃത്തികെട്ട കിളി കാരണം. ഈ കഥ ഒന്ന് നമുക്ക് ഒന്നും കൂടി റീഷൂട്ട് ചെയ്യാം. ഓക്കെ. 2 മൈനേനെ കണ്ടിട്ട് ഇയാൾ പുറത്തിറങ്ങി. ആ. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ആഞ്ഞിലി വീണു. ഉം. അപ്പം തന്നെ ഈ മനുഷ്യൻ പറയാ എൻ്റെ ഭാഗ്യം എൻ്റെ തലയിൽ വീണില്ലല്ലോ. ഓ. 2 മൈനേനെ കണ്ട അങ്ങനെ ചില ഗുണങ്ങളുണ്ട്. നമുക്ക് ഭാഗ്യം ഉണ്ടാവും.
ആഞ്ഞിലി വീണത് ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക്. കൊച്ചുങ്ങളൊന്നും മരിച്ചില്ലല്ലോ, ചെറിയ പരിക്കല്ലേ ഉള്ളൂ. ഉം. ക്രെഡിറ്റ് ഗോസ് ടു 2 മൈന. അത് ഒറ്റ മൈനയായിരുന്നു വെച്ചാൽ കൊച്ചുങ്ങൾ മരിച്ചേനെ. മരിച്ചേനെ. അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോയപ്പം എന്താ കാണുന്ന കാഴ്ച ജിൻ? 3 ആനപ്പുറത്ത് ഭഗവതി എഴുന്നള്ളി നിൽക്കല്ലേ, ആ. കുട്ടന്മാരുടെ മേളവും. ഉം. ഇതിനേക്കാളും നല്ലത് എന്താ ഇനിയിപ്പോൾ നടക്കാറുള്ളത്? 2 മൈന സൂപ്പറാണ്. അവിടുന്ന് പൂരവും കണ്ട് ഇയാൾ ഓഫീസിൽ ചെന്നപ്പോൾ MD വന്നത് കമ്പനി ഇത്തിരി ലോസിലാ, കുറച്ച് സ്റ്റാഫുകളെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇയാളെ കണ്ടില്ല, അത് കാരണം ഇയാളെ പിരിച്ചുവിട്ടില്ല. ഇയാളെ കൂടെ ഉള്ള 2 വർക്കേഴ്സിനെ ഡിസ്മിസ് ചെയ്തു. പിരിച്ചുവിട്ടു. 2 മൈന. 2 മൈന ജോലി രക്ഷപ്പെടുത്തി. ഇതിൽ ആരാണ് പ്രശ്നക്കാരൻ? മൈനയാണോ, അയാളാണോ, അയാളുടെ മനസ്സാണോ? ഇതല്ലേ ഭാഗ്യം. ഉറപ്പായിട്ടും. നമ്മളാടോ ഇതൊക്കെ തീരുമാനിക്കുന്നത്? നമ്മുടെ മനസ്സിന് ഒരൊറ്റ പണിയുള്ളൂ, നമ്മൾ എന്ത് ചിന്തിക്കണോ അത് നടത്തി തരാം. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ എന്തെങ്കിലും മനസ്സിൽ തട്ടുന്ന ഓർമ്മകൾ ഇനിയും ഉണ്ടോ, കഥകൾ? അല്ല, ഇതെന്ന് വെച്ചാൽ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ കാണുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ. ഇതൊക്കെയാണ് നമ്മുടെ ട്രെയിനിങ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഉം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കടൽ ഓക്കേ. കാണാൻ നമ്മൾ പോവാണ്. ഈ കടൽ കാണാൻ പോകുന്നതിനേക്കാൾ എനിക്കിഷ്ടം കടൽ കാണാൻ വരുന്ന ആളുകളെ കാണാൻ പോകുന്നതാണ്. ആ, ഓക്കെ. എന്താ വെച്ചാൽ കടൽ കാണാൻ പോകുന്നതിന് നമ്മൾ കടൽ ആസ്വദിക്കുന്നു, ഓക്കെ ഫൈൻ. പക്ഷെ അതിനേക്കാൾ ആസ്വാദനം നമുക്ക് കിട്ടുക എപ്പോഴാണെന്നറിയോ? കടൽ കാണാൻ വരുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് നോക്കി നോക്കിയാൽ അതിനകത്ത് പല ടൈപ്പ് ആളുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ചില ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ കണ്ണി വരെ നനയ്ക്കും, ഉം, അതെ. മാറി നിൽക്കും, ഉം. അവൻ്റെ കടൽ കാണൽ കഴിഞ്ഞു. ചില ആളുകൾ മുട്ട് വരെ നനയ്ക്കും, ഉം. ചില ആളുകൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി കളിച്ച് തിമിർക്കും. തിമിർക്കും. ആ. ഏറ്റവും രസമായിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവും അതിനകത്ത്. എന്താ അറിയോ? ഈ ഇറങ്ങിയ ആളുകളുടെ ബാഗ്, കൊട, വടി, പേഴ്സ്, പിടിച്ച് സൈഡിൽ ഇതൊക്കെ വെച്ചിട്ട് അവിടെ ഒരു ചേച്ചി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, കയ്യും കെട്ടി സ്വാമി വിവേകാനന്ദൻ നിൽക്കുന്ന പോലെ. അവരുടെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കാവൽ നിൽക്കലാണ്. എന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും. ഇതേ കടൽ തീരത്ത് കാമുകനും കാമുകിയിരിക്കുന്നത് വേറെ വൈബിലാണ്. ഓക്കെ. ഇതേ കടൽ തീരത്ത് വിരഹമായിട്ട് പ്രണയം പൊളിഞ്ഞിട്ടിരിക്കുന്നവനും ഉണ്ട്. ഉം. ഇതേ കടൽ തീരത്ത് ഭാര്യയും ഭർത്താവും വന്നിരുന്ന് കഥ പറയുന്നുണ്ടാവും. ഉം. ഇതേ കടൽ തീരത്ത് ഭാര്യ ഭർത്താവിൻ്റെ അമ്മയെ പറ്റിയിട്ട് കുറ്റം പറയുന്നുണ്ടാവും, ഭർത്താവ് ഭാര്യയുടെ അമ്മയെ പറ്റി കുറ്റം പറയുന്നുണ്ടാവും, അവരും അവിടെ ഇരിക്കുന്നുണ്ടാവും. ഇതേ കടൽ തീരത്ത് പുസ്തകം വായിക്കുന്ന ആളുകൾ, ഇതേ കടൽ തീരത്ത് പട്ടം വെക്കുന്ന ആളുകൾ, ഇതേ കടൽ തീരത്ത് കപ്പലണ്ടി, ഉപ്പിലിട്ടത്, ഐശ്വര്യതി, ഈ വക സാധനങ്ങൾ വെക്കുന്ന ആളുകൾ, ഇതേ കടലിൽ റിസ്ക് എടുത്ത് പോയിട്ട് മീൻ പിടിക്കുന്ന മിടുക്കന്മാരായിട്ടുള്ള മുക്കോൻ ചേട്ടന്മാർ ഉണ്ട്. ഉം. ഇതേ കടലിൽ ഒരു സിസ്റ്റം വെച്ച് പെട്രോളും ഡീസലും ഊറ്റിയെടുക്കുന്ന കോർപ്പറേറ്റ്സുകൾ. മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? കടൽ സെയിമാടോ. കടലിനോട് നമ്മൾ പെരുമാറുന്നതാണ് ഡിഫറെൻറ്റ്. അതെ. ഇതേപോലെയല്ലേ നമ്മുടെ ലൈഫ്. എല്ലാവർക്കും ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമ്മുടെ ഇവിടെ. എവിടെയായാലും. ഓക്കെ. എന്താ ഈ നാട്ടിൽ നിന്നിട്ട് കാശുണ്ടാക്കിയിട്ടുള്ള ഇഷ്ടം പോലെ ബിസിനസ്സുകാരില്ല. ഉണ്ട്. എന്നാൽ ഈ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ പറ്റൂല എന്നാണ് വിദേശത്ത് പോയിട്ട് പൈസ ഉണ്ടാക്കുന്നവരും ഉണ്ട്. ഉണ്ട്. ആ. നേരെ തിരിച്ചും ഇവിടുന്ന് വിദേശത്ത് പോയിട്ട് പൊളിഞ്ഞ് പാളീസായവരും ഉണ്ട്, അവിടുന്ന് അവിടെ നല്ല രീതിയിൽ തിരിച്ചു വന്ന് ഇവിടെ പൊളിഞ്ഞ് പാളീസായവരും ആ. ഉണ്ട്. അപ്പം ഇതെല്ലാവർക്കും സെയിം ആണ്. ഇത് ഓരോരുത്തരും എടുക്കുന്ന അവരവരുടെ എഫേർട്ടും അവരവരുടെ ജീവിത രീതി അനുസരിച്ചിരിക്കും റിസൾട്ട്. ആ റിസൾട്ട് നന്നാക്കുക എന്നുള്ളതാണ്. എത്രയോ വ്ളോഗേഴ്സിന് ഞാൻ കണ്ടിട്ടുണ്ട്, കാശിന് ഗുണമില്ലാത്ത വ്ളോഗേഴ്സും ഉണ്ട്. ഉം. ചിലരുടെയൊക്കെ വ്ളോഗിങ് കണ്ടിട്ട് നമ്മൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ആ വ്ളോഗർ നമ്മൾ ഓടിച്ചിട്ട് ഇടിക്കാൻ തോന്നും. തോന്നും. കാരണം കിട്ടുന്ന ഫുഡാന്ന് പറയും. ആ അതെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു വായിക്ക് വെക്കാൻ കൊള്ളൂല, അങ്ങനത്തെ ഫുഡായിരിക്കും. ഉം. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ ചിലപ്പോൾ അത് അയാൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. ഈ എന്ത് കഥ പറഞ്ഞാലുവേ ഒരു കഥയെ രണ്ടാക്കുന്നത് പണ്ട് മുതൽ ഇങ്ങനെയാണോ? ഇപ്പം മൈനയുടെ കാര്യം പറഞ്ഞു. ശരിക്കും ഒരു പക്ഷെ രണ്ടാമത് ഒരു കഥ തിരുത്തി എഴുതിയപ്പം മൈനസ് ചെയ്യുമ്പോ പക്ഷെ നമ്മുടെ ചിന്തയാണ് പ്രശ്നം. ചിന്തയാണ് മാറിയത്. ഇപ്പൊ എൻ്റെ മെയിൻ പരിപാടി ഈ പഴയ കഥകൾ പുതുക്കുക എന്നുള്ളതാണ്. ഓക്കെ. ഇവിടെ ഇയാളുടെ കഥ കേട്ടിട്ടുണ്ടോ? തൊപ്പിക്കാരൻ്റെ കഥ? ഇല്ല. പണ്ട് കേട്ടിട്ടുണ്ട്, പണ്ട് സ്കൂളിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. തൊപ്പിക്കാരൻ കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് അയാൾക്ക് ഉറക്കം വന്നു. അയാൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങി. ഉറക്കം കഴിഞ്ഞ് എണീറ്റ് നോക്കിയപ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു, അവരൊക്കെ ഈ തൊപ്പി എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ടാവും. ഈ ഇയാൾക്കാകെ സങ്കടമായി. ഇയാൾ എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഇങ്ങനെ ചൊറിഞ്ഞപ്പം അവിടെ ഇരിക്കുന്ന കുരങ്ങന്മാരും ചൊറിഞ്ഞു. അപ്പോൾ അയാൾക്ക് സംശയം തോന്നി, ഇയാൾ ഇവിടെ ചൊറിഞ്ഞു, അപ്പോൾ കുരങ്ങന്മാർ ഇവിടെയും ചൊറിഞ്ഞു. അയാളൊന്ന് ക്ലാപ്പ് ചെയ്തു, അപ്പോൾ കുരങ്ങന്മാരും ക്ലാപ്പ് ചെയ്തു. അപ്പോൾ ഇയാൾക്കൊരു ഐഡിയ വന്നു, ഇയാൾ ഈ തൊപ്പി എടുത്തിട്ട് ഒറ്റ ഇറങ്ങിട്ട് എറിഞ്ഞു. അപ്പോൾ ആ കുരങ്ങന്മാരും തൊപ്പി എടുത്തിട്ട് ഇങ്ങോട്ട് എറിഞ്ഞു. അങ്ങനെ ഇയാൾ എല്ലാ തൊപ്പി എടുത്ത് ഇയാൾ വീട്ടിൽ പോയി. ഇതാണ് പഴയ തൊപ്പിക്കാരൻ കഥ. ഇത് റീലോഡഡ് 2.0 ഇപ്പോഴത്തെ വെർഷൻ കേട്ടോ. അതേ തിരുത്തു. ഇയാൾക്ക് വയസ്സായി,
ഇയാൾ കല്യാണം കഴിച്ചു, ഇയാളെ മക്കളായി, ഇയാളുടെ പേരക്കുട്ടി വീണ്ടും ഇതേ ബിസിനസ്സിന് ഇറങ്ങി. ഓക്കെ. എൻ്റെ അച്ചാച്ചൻ ഭയങ്കര തൊപ്പിക്കാരനായിരുന്നു. ഉം. അപ്പോൾ അതേ കാരണം ഞാനും തൊപ്പി കച്ചവടത്തിന് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അതേ റൂട്ടിൽ കൂടെ ഇയാളും പോയി. അതേ മരത്തിൽ. അപ്പോൾ ഇയാളും മനസ്സിൽ വിചാരിച്ചു എൻ്റെ അച്ചാച്ചൻ അന്ന് ഉറങ്ങിയ മരമാണത്, ഞാനും ഉറങ്ങാൻ പോകാന്ന് പറഞ്ഞാൽ അയാൾ കിടന്ന് ഉറങ്ങി. അതേപോലെ തന്നെ കുരങ്ങന്മാർ ഇയാളുടെ തൊപ്പിയൊക്കെ എടുത്തുകൊണ്ട് പോയി. ഉം. ഇയാൾക്ക് ഐഡിയ വന്നു, എൻ്റെ അച്ചാച്ചൻ ഭയങ്കര ബുദ്ധിമാനായിരുന്നു. ഉം. അപ്പോൾ അച്ചാച്ചൻ ചെയ്ത പോലെ തന്നെ ഞാനിവിടെ മാന്തി, കുരങ്ങന്മാരും മാന്തി. അയാൾ ഇവിടെ മാന്തി, കുരങ്ങന്മാരും മാന്തി. ഇയാൾക്ക് ഐഡിയ മനസ്സിലായി. ഇയാൾ തൊപ്പി എടുത്തിട്ട് ഒറ്റ എറിഞ്ഞു. ഒരു കുരങ്ങൻ വന്നിട്ട് ആ തൊപ്പി എടുത്തുകൊണ്ട് പോയി. ആ. അപ്പോൾ ഇയാൾക്ക് ആകെ സങ്കടമായി. ഇയാൾ അവിടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു വയസ്സായിട്ടുള്ളൊരു കുരങ്ങനോട് ചോദിച്ചു, അല്ല എൻ്റെ അച്ചാച്ചൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ എറിഞ്ഞപ്പോൾ നിങ്ങൾ ആ തൊപ്പിയൊക്കെ തിരിച്ചെറിഞ്ഞു കൊടുത്തില്ലേ, ഇപ്പം എന്താ ഈ തൊപ്പി എടുത്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചപ്പോൾ ആ കുരങ്ങൻ പറയാം, എൻ്റെ അച്ചാച്ചനും ഈ കഥ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന്. എനിക്ക് അപ്പോൾ പണ്ടത്തെ ഒരു സ്ട്രാറ്റജി ഇപ്പോഴത്തെ സ്ട്രാറ്റജി ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഉം. അപ്പം ഇതേപോലെ ഏത് കഥകൾക്കും രണ്ട് ആംഗിളിൽ നിന്ന് നോക്കിയാൽ പല ഉത്തരങ്ങൾ കിട്ടും. 6നെ താഴെ നിന്ന് നോക്കിയാൽ അത് 6ആണ്, മുകളിൽ നിന്ന് നോക്കിയാൽ അത് 9ആണ്. 9 നമ്മൾ നോക്കുന്ന രീതി അനുസരിച്ചുണ്ടാവും വ്യത്യാസം. അപ്പം അത് തിരിച്ചറിയലൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ സെൻസ് എന്ന് പറയുന്നത്. ഇതുപോലെ പൊളിച്ചെഴുതിയ കഥകളുണ്ടോ? അല്ല, അങ്ങനെ ഇപ്പൊ പൊളിച്ച് ചിന്തിക്കുവോ ഇതെല്ലാം കൂടി ഇവിടെ വിളമ്പി ഞാൻ ക്ലാസ്സിൽ കൊണ്ടൊക്കെ പഠിക്കുവാ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഉം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ യേശുദാസിൻ്റെ ഹരിമുരളീരവം നമ്മൾ എത്ര പ്രാവശ്യം കേട്ടു. ഉം. അത് വിചാരിച്ചിട്ട് അയാൾ ഇപ്പോഴും സ്റ്റേജും അത് പാടുന്നില്ലേ. പാടുന്നുണ്ട്. അപ്പം അത് നമ്മളത് അവതരിപ്പിക്കുമ്പോൾ അത് വേറെ രീതിയിലേക്ക് ആയിക്കോളും. അങ്ങനെ പൊളിച്ച് കഥ എഴുതലല്ല. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സിറ്റുവേഷനിലേക്ക് തമ്പുരാൻ തരണതാണ് ഓക്കെ. ഞാൻ വിശ്വസിക്കുന്നത്. ഉം. നമ്മൾ എന്ത് പറയണമെന്നുള്ളത് ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന ഇൻ്റർവ്യൂ തന്നെ നമ്മൾ ഒന്നും പ്രീ പ്ലാൻഡ് അല്ല. അല്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരുന്നു എന്തെങ്കിലും പ്രീ പ്ലാൻ ചെയ്ത് വരണമെന്ന്. ആ. പക്ഷെ നിങ്ങൾ എന്താ പറയുക, നമുക്ക് അവിടെ ഒന്ന് സംസാരിക്കാൻ തോന്നുന്നത്. നിങ്ങൾ ചോദിക്കുന്നതിന് ഞാൻ ഉത്തരം പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ് ആ. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ പറയുന്ന പോലെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഈ ഫോക്കസ് എന്ന് പറയുന്ന സാധനം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫോക്കസ്. നമ്മൾ എന്ത് ഫോക്കസ് ചെയ്യുന്നു അതാ നമുക്ക് കിട്ടുക. നമ്മൾ ദാരിദ്ര്യം ഫോക്കസ് ചെയ്താൽ ദാരിദ്ര്യം കിട്ടും. നമ്മൾ മനസ്സമാധാനം ഫോക്കസ് ചെയ്താൽ മനസ്സമാധാനം കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയ ഒരു ലൈൻ. ഓക്കെ. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായി ഗുരുവായൂർ അമ്പലേ. ഉം. ഈ ഗുരുവായൂർ അമ്പലത്തിൽ പായസം കിട്ടും. അപ്പം ഞാൻ ക്രിസ്ത്യൻ മതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേങ്കിലും ഞങ്ങൾ അവിടെ അമ്പലത്തിൽ പോകും. ഈ പായസത്തിന് മതമൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ. അപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി അവിടെ ഇങ്ങനെ ഇടയ്ക്ക് പോകും, വിസിറ്റിന് പോകും. അപ്പോൾ അവിടെ ഈ പായസത്തിൻ്റെ കൗണ്ടറിൽ ഭയങ്കര തിരക്കാണ്. ഞാൻ ഭയങ്കര ക്യൂ നിൽക്കുക. അപ്പം എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നമുക്ക് പോവാടാ, ഭയങ്കര തിരക്കാണെന്ന്. ഞാൻ പറഞ്ഞു, പായസം അടിപൊളിയാണ്. അപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു, അല്ലടാ നല്ല തിരക്കാണ്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പായസം അടിപൊളിയാണ്. പ്രശ്നം എന്താ അറിയോ, എൻ്റെ ഫോക്കസ് പായസത്തുമിക്കും അവൻ്റെ ഫോക്കസ് ക്യൂമിലേക്കുമാണ്. ഓ യെസ്. അവൻ ക്യൂമിലേക്ക് ഫോക്കസ് ചെയ്താൽ അവൻ ക്യൂ കണ്ട് പിടിച്ച് വിട്ടേ പോകും. ഞാൻ പായസത്തുമിക്ക് നോക്കിയാൽ എനിക്ക് പായസം കിട്ടണം. അതിന് 1000 പേര് നിന്നാൽ എനിക്ക് എനിക്ക് പായസം കിട്ടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ക്യൂവിൻ്റെ ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു 7ാമത്തെ 8ാമത്തെ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചൊരു പയ്യൻ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ എന്ന് വിളിച്ചു. അപ്പോൾ അവൻ എന്താ ഭാഷ ഇവിടെ ചോദിച്ചു. നമ്മൾ പായസം നല്ല ക്യൂ ആണ്, സെറ്റാക്കാൻ തന്നു. അവൻ വാങ്ങി തന്നു. അവൻ എനിക്കുള്ള ഒരു പായസത്തിൻ്റെ ഒരു ഡബ്ബി വാങ്ങി കൊടുത്തു. പൈസ കൊടുത്തപ്പോൾ അത് വാങ്ങുകയും ചെയ്തില്ല. അപ്പോൾ ലാഭമായില്ലേ. അതേ സമയത്ത് മറ്റവൻ പറഞ്ഞ പോലെ ആ ക്യൂവും കണ്ട് ഞാൻ പോയിരുന്നെങ്കിൽ പായസം കിട്ടില്ല, മനസ്സിലൊരു വിഷമാവും ചെയ്യും. ഇതാണ് ഫോക്കസ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ഫോക്കസ് ചെയ്യുന്നോ അത് നമുക്ക് കിട്ടും. സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരുത്തനെയും സക്സസ്ഫുൾ ആവാന്ന് പറഞ്ഞാൽ തന്നെ കോമഡിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, പെട്ടിയിലാവണതിൻ്റെ തലേ ദിവസം വരെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പം ഈ വിജയിച്ചു എന്ന് നമ്മൾ കരുതുന്ന ആളുകൾ എല്ലാവരും ഇതുപോലെ ഫോക്കസ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. വീണ്ടും ഫിലിം ഇൻഡസ്ട്രി പിടിക്കാം. മമ്മൂട്ടി ഫോക്കസ് സിനിമ, സക്സസ് ആണ്. ആൾക്ക് ഹേറ്റേഴ്സ് ഉണ്ടോ, ഇഷ്ടപ്പെടുന്നവരുണ്ടോ, അതൊക്കെ വേറെ വിഷയം. പക്ഷെ ഹി മെയ്ഡ് ആൻ ഇമ്പാക്റ്റ് അല്ലേ. ഇൻഡസ്ട്രിയെ പറ്റി പറഞ്ഞാൽ അങ്ങവരുടെ പേര് പറയാതെ അവിടെ നിന്ന് പോകാൻ പറ്റില്ല. അതിനി നിങ്ങൾ അയാളെ ഇഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി. സോ ഹി ഡിഡ് സം കോൺട്രിബ്യൂഷൻ. MA യൂസഫ് അലി എന്തൊക്കെ പറഞ്ഞാലും ഹി മെയ്ഡ് ആൻ ഇമ്പാക്റ്റ് ഓൺ മലയാളീസ്. പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു ബിസിനസ്സുകാരൻ. അതിൽ കാശിന് ഗുണം വെക്കില്ലേ. അങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്ക് എന്താ ഗുണമുള്ളത്? നമുക്ക് ഒരു ഗുണമില്ല. ഇൻകം മുഴുവൻ കിട്ടുന്ന അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പൈസയാണ്. പക്ഷെ നമ്മളതിനെ പ്രൗഡായിട്ട് എടുക്കുന്നില്ല. നമ്മുടെ ആളായിട്ട് എടുക്കുന്നുണ്ട്. എലോൺ മസ്ക്, ഞാൻ ഞെട്ടിപ്പോയില്ല. ഇപ്രാവശ്യം ദുബായി പോയപ്പം
ഈ സൈബർ ട്രക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പുതിയൊരു പ്രൊജക്ട് ഉണ്ടല്ലോ, മറ്റൊരു കാറ്. ആ. ഇതൊന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പൊ ഈ ദുബായ് പോലീസിന്റെ ഈ സൈബർ ട്രക്ക് ഉണ്ട്. ഞാനിപ്പോൾ പോയത് തന്നെ UAE-യുടെ നാഷണൽ ഡേ ആയിരുന്നു. അപ്പോൾ ഈ നാഷണൽ ഡേ ഒക്കെ ആകുമ്പോൾ ഇവരുടെ ഈ സൈബർ ട്രക്ക് ഒക്കെ ഇവർ പുറത്തിറക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. പക്ഷേ നമ്മുടെ ഫോക്കസ് അതായിരുന്നു. എനിക്ക് അതിന്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണം, ഈ സൈബർ ട്രക്കിന്റെ കൂടെ നിന്നിട്ട്. പക്ഷെ അതിനേക്കാളും വലിയ ലോട്ടറിയില്ലേ കിട്ടിയത്. അവിടെ ചെന്നപ്പം അവിടെ ഈ ഗോൾഡ് സൂക്കിനകത്ത് സൈബർ ട്രക്കിന്റെ ഗോൾഡ് വെർഷൻ 24 ക്യാരക്ടറിൽ ഉണ്ടാക്കിയിട്ടുള്ള സൈബർ ട്രക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടിരിക്കുന്നു. അത് കാണാൻ പറ്റി. അപ്പോൾ ഞാൻ അതിനെന്ത് ചെയ്തു വെച്ചാൽ, ഞാൻ വെറുതെ എൻ്റെ ഈ ആഗ്രഹം എൻ്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഈ സൈബർ ട്രക്ക് ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അവിടെ ഗോൾഡ് സൂക്കിൽ ഇങ്ങനെ സൈബർ അങ്ങനെ ട്രക്ക് drone ഗോൾഡ് ഉണ്ട്. ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത് ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം, ഞാൻ അതിൻ്റെ ഗോൾഡ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അതല്ലേ ഫോക്കസ് എന്ന് പറയുന്ന സാധനം. അതെ. നമ്മുടെ നാട്ടിൻപുറത്ത് ഒരു പ്രയോഗമുണ്ട്, നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആരോടും പറയരുത്, നടക്കൂല. ഞാൻ നേരെ തിരിച്ച് ചിന്തിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളത് എല്ലാവരോടും പറയും, നാട്ടുകാരത് ശരിയാക്കി തരും. അല്ല, അപ്പോഴും അവിടെ ഒരു ചെറിയൊരു തിരുത്തുള്ളതേ. മിക്ക ആൾക്കാരും ഗൾഫിലോട്ട് പോകുന്ന സമയത്ത് ആരോടും പറയാതെ പോകും. കാരണം അവർ ജോലിക്കായിട്ടായിരിക്കാം പോകുന്നത്. ഈ പോകുന്ന സമയത്ത് ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞവർ തന്നെ നേരെ തിരിച്ചടിക്കത്തില്ലേ? അല്ല, എന്തിനത് മൈൻഡ് ചെയ്യുന്നത്? ആ. ഗൾഫിൽ വന്നിട്ടുള്ള പല ആളുകളുടെയും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കോമഡി ആയിട്ട് തോന്നാറുണ്ട്. ഒരാളെ പരിചയപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, അയാൾ പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് നാട്ടിലോട്ട് തിരിച്ചു പോവാണ്. അപ്പം പാർട്ടിയൊക്കെ കൊടുത്ത് എയർപോർട്ടിലേക്ക് കയറ്റി വിടുകയാണ്. അയാൾ പറയാം, നിർത്തി, ഞാൻ നാട്ടിൽ പോവാണ്, ഞാൻ വന്ന കാര്യം നടന്നു, എൻ്റെ കടങ്ങളും കാര്യങ്ങളൊക്കെ വീടി, ഇനി ഞാൻ നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയായി ഓൾ ദി ബെസ്റ്റ് ഒക്കെ അടിച്ച് എയർപോർട്ടിൽ പോയി. ഇയാൾ ഡ്രോപ്പ് ചെയ്യണ നേരത്ത് ചോദിച്ചു, അല്ലടാ നിനക്ക് എന്തായിരുന്നു കടം ചോദിച്ചു. അല്ല, അത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 8 ലക്ഷം രൂപ ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ കടമാണ് ഇപ്പോൾ വീട്ടിയത്. ഞാൻ വിജയിച്ചത്. അപ്പം എന്തിനാ അയാൾ വന്ന്? എന്നതാ. അയാളുടെ കടം എന്ന് പറയുന്നത് തന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കടമാണ്. അത് 8 കൊല്ലം നിന്ന് വീട്ടിയിട്ട് തിരിച്ചു വന്നു. അതിലെന്താ അർത്ഥമുള്ളത്? അപ്പം പ്രവാസ ജീവിതം എന്ന് പറയണത് അത് എല്ലാം നമ്മുടെ അല്ലേ, നമ്മുടെ ലൈഫാണിത്. പ്രവാസികൾ പൊളിയാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ പ്രവാസികളുടെ ജീവിതം പറയണത്. പ്രവാസികളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവരവിടെ പൊളിക്കുവാണ്. ബേസിക്കലി പാവങ്ങളാണ്. നാട്ടിൽ എന്ത് നടക്കണു എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ പ്രവാസിയോട് ചോദിച്ചാൽ മതി. ഇപ്പം നിങ്ങളുടെ പത്തനംതിട്ടയിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അറിയുന്നതിന് മുമ്പ് പ്രവാസി അറിയും. കാരണം പ്രവാസിയുടെ കരുതൽ അങ്ങനെയാണ്. പ്രവാസി നാട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാസിയുടെ ഏറ്റവും വലിയ ടാർഗറ്റ് എന്ന് പറയുന്നത് അടുത്ത വെക്കേഷൻ എങ്ങനെ പൊളിക്കാം എന്നുള്ളതാണ്. അത് സ്വപ്നം കണ്ടിട്ടാണ് അവൻ അവിടെ ജീവിക്കുന്നത്. അതെ. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അയാൾ പ്രവാസിയായിരുന്നു. അയാൾ പറയുന്നത് വെച്ചാൽ, ആ ലീവ് കഴിഞ്ഞ് അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ആദ്യം നോക്കുക അടുത്ത ലീവിന് ഇനി എത്ര ദിവസം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 365, 364, 300. പക്ഷേ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അതിനോട് അങ്ങോട്ട് ജെല്ലിങ് ആവും. പക്ഷെ എങ്കിലും എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക എന്ന് പറയണത് കാണണമെന്നുണ്ടെങ്കിൽ ഈ പ്രവാസികളെ പോയി കാണണം. അവൻ്റെ കട്ടിലിൻ്റെ അടി എന്ന് പറഞ്ഞാൽ സ്റ്റോർ റൂമാണ്. എവിടുന്ന് എന്തോ ഓഫർ കിട്ടിയാലും സാധനം വാങ്ങി അതിൻ്റെ അടിയിൽ വെക്കും, നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാം. വീടിൻ്റെ മുക്കും മൂലയും അവനറിയാം, നാട്ടുകാരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ. ഏറ്റവും വലിയ കോമഡി എന്താ പറയുക, ഒരു 3000-4000 ദിറംസ് ശമ്പളമുള്ള, അല്ലെങ്കിൽ ഒരു 50,000-ന് താഴെ 50,000-60,000 രൂപ ശമ്പളമുള്ള ഒരു പ്രവാസി അവൻ നാട്ടിലോട്ട് വരുമ്പോൾ അവൻ്റെ അച്ഛന് സാധനങ്ങൾ, അമ്മയ്ക്ക് സാധനങ്ങൾ, അയൽപ്പക്കക്കാർക്ക് സാധനങ്ങൾ, ഫ്രണ്ട്സിന് സാധനങ്ങൾ, അവൻ്റെ പണ്ട് പഠിച്ച സ്കൂളിലെ ടീച്ചർക്ക് ഗിഫ്റ്റ്, അവനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വരും. ഇതിനൊക്കെ കാശ് അവൻ ഇതിൽ നിന്ന് മാറ്റി വെച്ചത് എടുത്ത് 1 ലക്ഷവും 1.5 ലക്ഷം രൂപയും ശമ്പളമുള്ള IT പ്രൊഫഷണൽ ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ നാട്ടിലോട്ട് വരുമ്പോണ്ടല്ലോ, അവൻ്റെ ബാഗിൽ മുഷിഞ്ഞ കുറച്ച് ഡ്രസ്സും ഒരു ഹെഡ്സെറ്റും. അവനിവിടെ വന്ന് അടുത്ത ജോഡി ഡ്രസ്സ് എടുത്തിട്ട് അവൻ കയറിപ്പോവും. പക്ഷേ ഈ പാവം പ്രവാസി ഉണ്ടല്ലോ, ആ ചൂട്ടത്തും കിടന്ന് വെയിലത്ത് നിന്ന് നാട്ടുകാർക്കും വീട്ടുകാരെയൊക്കെ ഓർത്ത് അവർക്കൊക്കെ സാധനങ്ങളായിട്ട്. പ്രവാസി ഒരു പൊളിയാ. അവന് തൃപ്തി വരില്ല. അവൻ വന്ന് ലാൻഡ് ചെയ്താലും അവന് തൃപ്തി വരില്ല. അവൻ പിന്നെയും ഡ്യൂട്ടി പേ ഷോപ്പിൽ സാധനം വാങ്ങും, എന്നിട്ടും തൃപ്തിയാവില്ല. അവനൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഈ അജ്ഫാൻ പോലുള്ള ഷോപ്പുകൾ കയറി വീണ്ടും കുറേ സാധനം വാങ്ങും. അവൻ എത്ര കൊടുത്താലും മതിയാവില്ല. ചോക്ലേറ്റ് ഒന്നും വാങ്ങണതിന് ഒരു കയ്യും കണക്കുണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ ഇവനൊരു ചോദ്യം കേൾക്കും, നീ ഈ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തായിരുന്നു? അവൻ്റെ ലൈഫ് മുഴുവൻ ആ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവ അതിൻ്റെ ഇടയിൽ ചെറിയ എൻജോയ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ചിലപ്പോൾ എല്ലായിടത്തും ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ടാവും,
ചിലപ്പോൾ ബുർജ് ഖലീഫയുടെ മുന്നിൽ നിന്ന് 2 ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ അവൻ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടാവും. ഇതൊക്കെ 2 കൊല്ലത്തിന്റെ ഇടയിൽ നടന്നിട്ടുള്ള 1 ഇൻസിഡന്റോ 2 ഇൻസിഡന്റോ ഒക്കെയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രവാസികളെ എനിക്കറിയാമേ. ഉം. ഇവരെല്ലാം ഇവർക്ക് പോലും സേവിങ്സ് ഇല്ലാതെ ഫാമിലിക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അവരെ ഹാപ്പിയാക്കുന്നു. ഉം. ലാസ്റ്റ് മൊമെന്റിൽ ലാസ്റ്റ് എൻഡിൽ ഈ ഫാമിലി തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പം പറഞ്ഞത്. ആ. നീ നീ എന്തുണ്ടാക്കി? എന്തുണ്ടാക്കി? നീ എന്ത് കളിക്കുകയായിരുന്നു? നീ അവിടെ അടിച്ചു പൊളിക്കല്ലായിരുന്നോ? അപ്പം ഇനിയും അങ്ങനെ പറയുന്നവരും അല്ലെ സേവിങ്സ് ഇല്ലാത്തവരോടും ഒരു മോട്ടിവേറ്റർ എന്നല്ലേ പറഞ്ഞു കൊടുക്കാനുള്ളത്. നമുക്ക് സേവിങ്സ് വേണോ? സേവിങ്സ് വേണം. വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സ്വന്തം കാര്യം കൂടി നോക്കിയിട്ടാവാം. അല്ലേ? മൊത്തം ഇപ്പൊ എൻ്റെ അച്ഛൻ 32 വർഷം ഗൾഫിൽ നിന്ന ആളാണ്. അദ്ദേഹം അവിടെ എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നില്ല. ആ, കാരണം ആളുടെ ടാർഗറ്റ് വീട് വെക്കുക, മോനെ നോക്കുക. മക്കളെ നോക്കുക, മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക. പക്ഷെ അതിനുവേണ്ടി അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഞങ്ങളുടെ ഒക്കെ ധൈര്യം. അതെ. അല്ലേ? അച്ഛൻ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനമല്ലേ. അമ്മ അതിനേക്കാളും ലെവൽ സാധനമാണ്. അമ്മ ഒരു വശം, അച്ഛൻ ഒരു വശം. അമ്മയുടെ കെയറിങ്ങും അച്ഛൻ്റെ സപ്പോർട്ടും. എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടിവേറ്റഡ് ട്രെയിനേഴ്സ് അമ്മയും അച്ഛനും അല്ലേ? നിങ്ങളെ ആദ്യമായിട്ട് നിങ്ങൾക്കൊരു ഉമ്മ തന്ന ആളാരാ? അമ്മ. അമ്മ. ആദ്യത്തെ ട്യൂഷൻ ടീച്ചർ അമ്മ. ആദ്യത്തെ ഷെഫ് അമ്മ. ആദ്യത്തെ പബ്ലിക് സ്പീക്കർ ഉം. അമ്മ. ആദ്യത്തെ ആക്ടർ അമ്മ. ആദ്യത്തെ ഡാൻസ് കൊറിയോഗ്രാഫർ അമ്മ. ആദ്യത്തെ സോങ് കമ്പോസർ അമ്മ. ആദ്യത്തെ മ്യൂസീഷ്യൻ അമ്മ. ആദ്യത്തെ പൊളിറ്റീഷ്യൻ അമ്മ. ആദ്യത്തെ റിലീജിയസ് ഗുരു അമ്മ. എന്താ അമ്മയില്ല? ആദ്യത്തെ എഞ്ചിനീയർ, നിങ്ങൾ പരിചയപ്പെട്ട ആദ്യത്തെ എഞ്ചിനീയർ അമ്മ. അമ്മ. ഉം. എല്ലാം അമ്മയാടോ. അവരൊന്നും ചെയ്യാത്ത ഒരു കാര്യമല്ല. ഏറ്റവും വലിയ കോമഡി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ആ അമ്മയ്ക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്? സത്യം. ഇപ്പം ഞാനൊരു അച്ഛനാണ്. ഈ ഞാൻ അച്ഛനാവുന്നതിനൊക്കെ മുമ്പ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബവും കാര്യങ്ങളൊക്കെ ആയിടുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇപ്പം വിരലിലെണ്ണാവുന്ന സുഹൃത്തുക്കളായി. ഇപ്പം പരിചയക്കാരാ കൂടുതലും. ഉം. ചങ്കുകൾ എന്ന് പറയാൻ മാത്രം അങ്ങനെ അറിവില്ല. ആരുമില്ല എന്നല്ല, ഒരു 10 പേരുടെ താഴെ. പക്ഷെ മറ്റൊരു കാലഘട്ടത്തിൽ പ്രവീൺ ഇതല്ലായിരുന്നു. ആയിരുന്നില്ല. ആ. ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ആയിരുന്നു. അവിടെ ഒരു ടീം, ഇവിടെ ഒരു ടീം, അപ്പുറത്തൊരു ടീം, ഇപ്പോൾ കോളേജ് ടീം, സ്കൂൾ ടീം, ആ ടീം, ഈ ടീം. ഇപ്പോൾ വല്ല അലുമിനി മീറ്റിന് പോയവരൊക്കെ കാണും. അന്നൊക്കെ ഫ്രണ്ട്സ് ആയിരുന്നു എല്ലാം എന്ന് ചിന്തിച്ച് നടന്നിരുന്ന ഒരു മണ്ടനായിരുന്നു ഞാൻ. ഇപ്പോൾ നമുക്കുണ്ടാവുക അവസാനം ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ചങ്കുകളാണ് നേവ മരിയ ചെറിയത്ത്, നൈൽ മിയ ചെറിയത്ത്. രണ്ടും എൻ്റെ മക്കളാണ്. ആ. അവരാണ് ചങ്കുകൾ. ഈ പ്രണയജീവിതമല്ല കുടുംബജീവിതം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 100%. കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഫുൾ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഈ പ്രണയ ജീവിതത്തിൽ നമ്മൾ പോസിറ്റീവ് മാത്രമേ കാണൂ. ഉം. പാർട്ട്ണറുടെ. കുടുംബജീവിതം ആകുമ്പോൾ നമ്മൾ രണ്ടും കാണും. പോസിറ്റീവ് കാണും, നെഗറ്റീവ് കാണും. ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, എൻ്റെ ഭാര്യയോട് ഞാൻ പറയാറുണ്ട്, നിന്നെ ഞാൻ ഒരു 3750 പ്രാവശ്യം ഡൈവോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ദേഷ്യം വരുമ്പോൾ. അപ്പോൾ അവൾ പറഞ്ഞു, ശരിയാ, നിങ്ങളെ ഞാൻ 13600 പ്രാവശ്യം ഡൈവോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇതുവരെ ഡൈവോഴ്സ് ചെയ്തില്ല. കാരണം അവൾക്ക് ഞാനും, എനിക്ക് അവളാണ്. അല്ലേ? അതെ. ഇനി ഡൈവോഴ്സ് ചെയ്ത് വീട്ടിൽ ചെന്ന് എൻ്റെ അപ്പൻ എന്നെ പട്ടിയെ വിട്ട് കടിപ്പിക്കും. സംഭവം എന്തോ ആണെങ്കിലും അല്ലേ? ഞാൻ എൻ്റെ വൈഫായിട്ട് തല്ലുകൂടിയിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛനോട് പറയും, അത് സോൾവ് ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറയും. അപ്പം കുടുംബജീവിതം നന്നാവണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ പറഞ്ഞ എല്ലാ എലമെൻറ്റും ഉണ്ടാവണം. നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട്, മക്കളുടെ സപ്പോർട്ട്, പാരൻസിൻ്റെ സപ്പോർട്ട്, അയൽപ്പക്കക്കാരുടെ സപ്പോർട്ട്, പിന്നെ നല്ല ആക്ടേഴ്സ് ആവും വേണം. അഭിനയം അറിയണം. ഒറ്റ നല്ല പോലെ അറിയണം. അതിന് രണ്ടുപേരെയും കൊണ്ടുപോകാൻ പാടാണോ? അല്ല, കാരണം ഭാര്യയുടെ സ്വഭാവത്തിനനുസരിച്ച് ഇപ്പൊ അമ്മ നിൽക്കണമെന്നില്ല അല്ലേ? ഉം. അല്ല, അമ്മയുടെ സ്വഭാവത്തിനനുസരിച്ച് ഭാര്യ നിൽക്കണമെന്നില്ല. അതിന് അവിടുത്തെ നായകൻ എന്ന് പറയുന്നത് പ്രവീൺ ആയിരിക്കും. അല്ല, ഇതിനകത്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ നാട്ടിൻപുറത്തുള്ളൊരു ചൊല്ലുണ്ട്, ഈ പെൺകുട്ടികളോടാട്ടോ അത് കൂടുതലും പറയാം. നിങ്ങൾ അമ്മായിമ്മയെ അമ്മയായിട്ട് കാണണം എന്ന് പറയും. ഉം. അമ്മായിമ്മ എന്ന് പറയുന്നത് ഒരു ഭീകര സത്വമാണല്ലോ. നിങ്ങളുടെ അതെ. സീരിയലുകളിലൊക്കെ ഒരു ദുഷ്ടകഥാപാത്രമായിട്ട് വരുന്ന ഒരാളാണല്ലോ ഈ അമ്മായിമ്മ അമ്മായിമ്മ. എന്ന് പറയുന്നത്. അപ്പം അമ്മായിമ്മയെ അമ്മയായി കാണണം എന്ന് പറയും. ഞാൻ നേരെ തിരിച്ച് ചിന്തിക്കുന്ന ആളാണ്. അമ്മായിമ്മയെ അമ്മയായിട്ട് കാണരുത്. അമ്മായിമ്മയെ അമ്മായിമ്മയായിട്ട് കാണുക, അമ്മയായിട്ട് കാണുക. എന്തിനാ ഈ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ പോണത്?
ഒരിക്കലും അമ്മായിമ്മ അമ്മയാവൂല, അമ്മ അമ്മായിമ്മയാവൂല. ഉം. ഇത് പ്രശ്നം വരെ എപ്പോഴാന്ന് വെച്ചാൽ, ഒരു വഴക്കുണ്ടാവുന്ന സമയത്ത് അമ്മയാണെന്ന് കരുതുമ്പോൾ 2 ഡയലോഗ് ഇടും. പക്ഷെ അത് ആ നേരത്ത് അവർ അമ്മായിമ്മയായിട്ട് ആക്ട് ചെയ്യും. പണി നൈസായിട്ട് പാളും. അപ്പൊ അമ്മായിമ്മേനെ അമ്മായിമ്മയായിട്ടും അമ്മേനെ അമ്മയായിട്ടും അപ്പനെ അപ്പനായിട്ടും അമ്മാനപ്പനെ അമ്മാനപ്പനായിട്ടും അളിയനെ അളിയനായിട്ടൊക്കെ കണ്ടാൽ ഈ പ്രശ്നം തീർന്നില്ലേ? ഉം. ഈ അളിയനെ കയറിയിട്ട് സുഹൃത്തായിട്ട് കാണുമ്പോൾ ചില ഹാർഡ് സിറ്റുവേഷൻ വരുന്ന നേരത്ത് അളിയൻ അളിയന്റെ സ്വഭാവം കാണിക്കും, നമ്മൾ സുഹൃത്തായിട്ട് കാണിക്കും. അപ്പൊ അവിടെ ഫ്രിക്ഷൻ നടക്കും. അജിൻ നല്ല മൂഡിലാണ് ഇരിക്കണമെങ്കിൽ ഞാൻ പുറത്ത് വന്നിട്ട് ഒറ്റ അടി അടിച്ചു കഴിഞ്ഞാൽ അജിൻ പറയും പ്രവീൺ ബൈ വേദനിച്ചൂട്ടാ. കുരു പൊട്ടി നിൽക്കണ നേരത്താണെങ്കിലോ ഇപ്പൊ പോണം. അല്ലേ? അപ്പം നമ്മുടെ മൂഡ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന പ്രവീൺ ചെറിയത്തില്ലേ, ഈ ഇരിക്കുന്ന പ്രവീൺ ചെറിയത്ത് ഫുൾ ഫേക്കാണ്. ഞാനിപ്പോ ട്രെയിനർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഇരിക്കുന്ന അജിൻ വർഗീസും അജിൻ വർഗീസ് അല്ല. നിങ്ങളിപ്പോ വ്ളോഗർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ആങ്കർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നിങ്ങളിപ്പോ ആങ്കർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതല്ല ഞാൻ. ദ റിയൽ അജിൻ ഇതല്ല, റിയൽ പ്രവീണും ഇതുമല്ല. ഈ ബോധ്യം ഉണ്ടായാൽ കുറെ പ്രശ്നങ്ങൾ തീരും. അപ്പൊ നമുക്ക് 2 ക്യാരക്ടറെങ്കിലും മിനിമം ഉണ്ടാവണം. ദിസ് ഇസ് മൈ റിയൽ മീയും ഉണ്ട്, പ്രൊജക്റ്റഡ് മീയും ഉണ്ട്. ഈ ബോധി കമന്റ് ഇടുന്നവന് വേണ്ടേ? അല്ലേ? ഒരു റിയൽ മീയും ഉണ്ട്, ഒരു പ്രൊജക്റ്റഡ് മീയും ഉണ്ട്. ഇപ്പൊ ഈ പ്രവീൺ ചെറിയത്തിന്റെ സ്വഭാവം വെച്ച് ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് പോയുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ ചെറിയ മോള് വരുമ്പോൾ, മോളെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും, പ്രൊഫഷണലി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അവള് പറയും അമ്മ അപ്പന് ഭ്രാന്തായി എന്തൊക്കെയോ പറയുന്നുണ്ട്. അവളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ ആരാവണം? അപ്പനാവണം, സ്വീറ്റ് ഡാഡ് ആവണം, അല്ലേ? സൂപ്പർ ഹീറോ ഡാഡ് ആവണം. അവളുടെ മുന്നിൽ ഞാൻ ചെല്ലുമ്പോൾ അവള് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഹീറോ ആണ് ഞാൻ. മോള് പറഞ്ഞിട്ടുമുണ്ട് എന്റെ അപ്പൻ ഓടിക്കുന്ന വണ്ടി. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും സ്പീഡിൽ കാർ ഓടിക്കാൻ പറ്റുന്നത് പ്രവീൺ ചെറിയത്ത്. മോള് പറയും ഗ്യാസും കുറ്റിയൊക്കെ ഒറ്റയ്ക്ക് വെക്കാൻ പറ്റും, ഭയങ്കര സ്ട്രോങ് ആണ് ആള്. കാലിക്കുറ്റിയായിരുന്നു വയ്യത്. പക്ഷെ ആ സ്വഭാവം കൊണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോരുത്, അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്തേക്ക് പോരുത്. ഭാര്യയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ റൊമാൻറ്റിക് ഹീറോ ആവണം. ഇതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണ്. അഡ്ജസ്റ്റ്മെന്റ് എന്നല്ല, അതിനെ വിളിക്കുന്ന പേരാണ് സെൻസ്. ആരോട് എങ്ങനെ എന്ത് പറയണം. പക്ഷെ അതേ സമയത്ത് ഞാൻ പറയുകയാണ് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നിപ്പം അങ്ങോട്ട് നിന്നാൽ നിങ്ങളായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബോറൻ. സത്യം. അതിനെ നമ്മൾ ഫേക്കാണെന്നല്ല പറയുന്നത്, നമ്മൾ ആ സിറ്റുവേഷൻ കണ്ടറിഞ്ഞ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന രീതി ഇത്രേ ഉള്ളൂ. അച്ഛൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ, എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറയുകയാണ് ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് വിന്നറാണ്, ഞാൻ ഇന്റർനാഷണൽ ട്രെയിനറാണ്, ഞാൻ മറ്റവരാണ് മറിച്ചവരാണെന്ന് പറഞ്ഞാൽ വില പോവില്ല. അങ്ങോട്ട് അടുത്ത് എത്തുമ്പോൾ മൂപ്പരുടെ മോനാണ് ഞാൻ, കഴിഞ്ഞു കളി കഴിഞ്ഞു, അതെ, അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ ചെന്നിരുന്നിട്ട് ഞാൻ കോർപ്പറേറ്റ് ട്രെയിനർ ആണെന്നൊന്നും പറയണതിൽ അവിടെ അർത്ഥമില്ല. എൻ്റെ അനുജൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാനൊരു ബ്രദറാണ്, ദാറ്റ്സ് ഇറ്റ്, പരിപാടി കഴിഞ്ഞോടെ. അവിടെ ഇന്റർനാഷണൽ ട്രെയിനർ കോർപ്പറേറ്റ് ട്രെയിനറൊന്നും ഇല്ല. എൻ്റെ ചങ്കുകളുണ്ട് 2-3 ഫ്രണ്ട്സ്. അവരുടെ കൂടെ ഞങ്ങളുടെ നാട്ടിൽ പാടത്ത് ചെന്നിരുന്ന് വർത്താനം പറയണ നേരത്ത് ഞാൻ കോർപ്പറേറ്റ് ട്രെയിനർ കളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ദുരന്തമായിരിക്കും അത്. അജിനുമില്ലേ അങ്ങനത്തെ അവസ്ഥകൾ? അവിടെ ചെല്ലുമ്പോൾ അജിൻ എന്ത് ആങ്കർ, എന്ത് സോഷ്യൽ മീഡിയ, ഒന്നുമില്ല, ജസ്റ്റ് ആൻ അജിൻ, ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അപ്പൊ അത് ബുദ്ധിപൂർവം കളിക്കാൻ അറിയുന്നവന് സമാധാനത്തോടുകൂടി ജീവിക്കാം. ഞാൻ ഒരു ദിവസം അപ്പനോടെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, പപ്പ ഞാനൊരു അറിയപ്പെടുന്ന ആങ്കറാണ്, നീ എന്നായാലും എന്റെ മോനല്ലേടാ. കറക്റ്റ് പറഞ്ഞു, അതത്രേ ഉള്ളൂ കേട്ടോ. അതെന്റെ നാട്ടിലൊരു സിനിമാക്കാരനുണ്ട്. അപ്പൊ അയാളുടെ അടുത്ത് അയാളുടെ അമ്മ പറഞ്ഞു ആ ചകിരിയൊക്കെ എടുത്തിട്ട് മുകളിലോട്ട് കയറ്റിയിടുന്നുണ്ട്, വീടിന്റെ മുകളിലോട്ട് കയറ്റിയിടാൻ പറഞ്ഞു. അടുത്ത വഴിക്ക് അയാൾ ഒരു ബംഗാളിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ആ ചകിരിയൊക്കെ കയറ്റിയിട്ടു. അപ്പൊ അവന്റെ അമ്മ പറഞ്ഞു നീ ഇത്രയും ഇതായത് കാര്യം ഞാൻ അറിഞ്ഞില്ല, നീ ഈ ചകിരി കയറ്റാനാണോ ബംഗാളിയെ വിളിച്ച്, വളരെ മോശമായി പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ പറയാ നിങ്ങൾക്കത് പറയാം, ഞാൻ ഈ ചകിരി കയറ്റണത് ഇവിടെ ഉള്ള ഏതെങ്കിലും പിള്ളേർ ഫോട്ടോ എടുക്കും, എന്നിട്ട് പറയാം അയാൾക്ക് ഇപ്പൊ സിനിമയൊന്നും ഇല്ല, ചകിരി കയറ്റിക്കൊണ്ടിരിക്കുകയെന്ന് പറയും. അപ്പൊ അത് കാരണം റിസ്ക് എടുക്കാൻ വയ്യ എന്ന് പറഞ്ഞ പോലെ. അപ്പം നമ്മൾ എന്തൊക്കെ വലിയ ആളാണെങ്കിലും നമ്മളായിരിക്കുന്ന സമയത്ത് മാത്രം. ഇന്ന് പ്രവീൺ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കാണുന്നത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു, നല്ല അടിപൊളി സ്റ്റോറീസ് പറയുന്നു. എപ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു സ്ട്രഗിളിങ് ടൈമിൽ എനിക്ക് നിർത്തണം, ഞാൻ ഇത് മടുത്തു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ പ്രാവശ്യം. പിന്നെ ഞാനിപ്പോൾ ഫുള്ള് ഹാപ്പിയാണ്. നിങ്ങളുടെ അടുത്ത് ആരാ പറഞ്ഞത്?
സോഷ്യൽ നമുക്ക് മീഡിയ സംസാരിച്ച് സോഷ്യൽ മനസ്സിലാക്കാം. മീഡിയയിൽ കാണുന്നത് മുഴുവൻ സത്യമാണോ? സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് മുഴുവൻ നമ്മുടെ ഏറ്റവും നല്ല മൊമെന്റ്സ് മാത്രമല്ലേ? അതെ. ഹാപ്പി അത് വിചാരിച്ച് ഞാൻ ഭയങ്കര ദുഃഖിതനാണെന്നൊന്നും അർത്ഥമില്ല. ഉം. എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകുന്ന പോലെയുള്ള ഇമോഷണൽ ഡിഫറൻസുകൾ എനിക്കും ഉണ്ടാവാറുണ്ട്. എനിക്കും ദേഷ്യം വരാറുണ്ട്. എനിക്കും സങ്കടം വരാറുണ്ട്. എനിക്കും എൻ്റേതായിട്ടുള്ള പേഴ്സണൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഞാനും ഒരു മനുഷ്യനാണ്. സോഷ്യൽ മീഡിയയിൽ കാണുമ്പം നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് അയാളുടെ ജീവിതം എന്ന് ചിന്തിക്കുന്ന ഒരു മണ്ടൻ ആശയമുണ്ട്. സത്യം. സിനിമാ താരങ്ങളെ കാണുമ്പോൾ അവർ മനുഷ്യരാണ്. അവരൊരു കഥാപാത്രം അഭിനയിച്ചു എന്നല്ലേ ഉള്ളൂ. അത് വിചാരിച്ച് അവരങ്ങനെ ജീവിക്കണം എന്ന് നിർബന്ധമുണ്ടോ? അതെ. അപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് ഒന്ന് ഇറ്റ്സ് പ്യോർലി മാർക്കറ്റിംഗ്. ഞാനിവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് നാലാൾ അറിയണം. അതെ. സിമ്പിൾ. അതാണ് അതിൻ്റെ ബേസ് അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഒരു മാർക്കറ്റിംഗ് ടൂളാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ. അതിലെൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ നമ്മൾ IELTSഉം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മളെ അറിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആളുകൾ അറിയും. അറിയും. ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയുമ്പോൾ അതിലേക്ക് ആളുകൾ വരും. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി പറഞ്ഞോ? തൃശ്ശൂർ പരസ്യം അല്ലേ? പരസ്യം അല്ലേ? തൃശ്ശൂര്. ആ. തൃശ്ശൂരാണ്. നമ്മളൊരു IELTS കോച്ചിങ് സെൻ്ററാണ്. ഇതൊരു ഫിനിഷിംഗ് സ്കൂളാണ്. നമ്മുടെ ഈ ലാംഗ്വേജ് പരമായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക. ഇന്ന് എത്രോളം വിദ്യാർത്ഥികളുണ്ട്? നമ്മളത്ര വലിയ ബ്രാൻഡൊന്നുമല്ല. നമ്മളിപ്പോൾ ഒരു വർഷം എങ്ങനെ പോയാലും ഒരു 600-700 കുട്ടികളെ പഠിപ്പിക്കും. കുഞ്ഞതാ കേട്ടോ, 600 പേര്. അല്ല, അത് ഈ ഇൻഡസ്ട്രിയിൽ വളരെ ചെറുതാണ്. ചെറുതാ. ആ, ഓക്കെ. ഇതിനേക്കാളൊക്കെ മറ്റ് സ്ഥാപനത്തെക്കാൾ എന്ത് വ്യത്യസ്തതയുണ്ട്? അവിടെ ക്ലാസ് ട്രെയിനർ എടുക്കുന്നത് ഞാനാണ്. ആ, അതാണ് ഈ ഏറ്റവും വലിയ അഭിമാനം വ്യത്യാസം. എന്തോ അല്ലേ? അതാണല്ലോ ഏറ്റവും വലിയ വ്യത്യാസം. ഉം. അപ്പം അതിൽ എല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ട്. നമ്മളെ കൊണ്ട് ഞാൻ അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാറൊന്നുമില്ല. ഞാൻ കുട്ടികളെ സഹായിക്കാറുണ്ട്. ഈ പഠിപ്പിക്കുന്ന ആർക്കും ഇഷ്ടമല്ലടോ. ഇഷ്ടമല്ല. അപ്പം നമ്മൾ എനിക്ക് സഹായിക്കും. പ്രവീൺ ബ്രോയുടെ ഓരോ സ്റ്റോറീസും അല്ലെങ്കിൽ ഓരോ ഇന്റർവ്യൂസും കാണുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്ന കാര്യം എന്ന് പറയുമോ, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിൽ പോലും ദേഷ്യം പിടിപ്പിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകരും ഉണ്ട്, കഥ പറഞ്ഞ് പഠിപ്പിക്കുന്നവരും ഉണ്ട്. ബ്രോയെ ഞാൻ എപ്പോഴും കാണുന്നത് ഈ കഥകളിലൂടെ കഥകളിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് കേട്ടിരിക്കുന്ന ഒരു സുഖമാണ്. ഉം. അത് കുട്ടികളെല്ലാവരും പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടംപോലെ ആളുകൾ ആ, പറയാറുണ്ട്. പിന്നെ നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് ഇരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ആശയം എൻ്റെ ആശയമല്ല. അല്ല. ആ, ബൈബിൾ എന്തായിരുന്നു? കഥകളിലൂടെയാണ് കാര്യം പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞത് രാമായണം എന്താണ്? കഥകളിലൂടെയാണ് കഥകളിലൂടെ. പറഞ്ഞിട്ടുള്ളത്. മഹാഭാരതം എന്താണ്? കഥകളിലൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് മതഗ്രന്ഥം എടുത്തോളൂ, കഥകളിലൂടെ ആയിരിക്കും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് തലയിൽ കയറും. അതെ. അപ്പോൾ ഇത് ഏതോ വലിയ ബുദ്ധിമാൻ്റെ ഐഡിയ ആയിരുന്നു. പിന്നെ ഈ കുറച്ച് ഹ്യൂമർ ഉം. ഹ്യൂമർ ഇഷ്ടപ്പെടുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ഹ്യൂമർ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇഷ്ടമാണ്. അപ്പോൾ ഹ്യൂമറിൻ്റെ എലമെൻറ്റ് നമ്മളിപ്പോൾ ഒരു കൊച്ചിന് മരുന്ന് കൊടുക്കണം. ഒരു കൊച്ചിന് ചെറിയ കൊച്ച് അതിനൊരു ഗുളിക കൊടുക്കണം എന്ന് കരുതുക. അതിൻ്റെ അടുത്ത് ചെന്നിട്ട് മോളെ ഇത് ഡോറോപ്പാർ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഡോളോപ്പാർ എന്ന് പറയുന്ന ഗുളികയാണ്, അല്ലെങ്കിൽ ഇത് കാൽപോളാണ്, ഇത് കഴിച്ചാൽ നിന്റെ ശരീരത്തിൽ അങ്ങനെ മാറ്റം ഉണ്ടാവും, ഇങ്ങനെ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് കൊച്ച് കഴിക്കില്ല. കഴിഞ്ഞിട്ടില്ല. അത് പൊടിച്ച് അതിനകത്തൊരു തേനൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ ആ കൊച്ച് അത് കിട്ടണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും. അപ്പോൾ ഒന്ന് അതിൽ തേമ്പി കൊടുത്താൽ മതി, അത് പൊക്കോളും. ഇതേ ആശയം തന്നെയാണ് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോന്നും ഉപയോഗിക്കുന്ന രീതികളല്ലേ? അതിനെങ്ങനെ പ്രസന്റ് ചെയ്യും, ആ. ആ പ്രസന്റ് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ടാണ് അതിൻ്റെ റിസൾട്ട് വരിക. എന്നാൽ ചില കമൻറ്റുകൾ അല്ലെങ്കിൽ ചില ആളുകൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, എന്തിനാ ഇങ്ങനെ ഈ തമാശയൊക്കെ പറയുന്നത്, സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞാൽ പോരെ. എനിക്ക് ഇങ്ങനെ പറയാൻ അറിയുള്ളൂ, ഞാൻ എന്താ ചെയ്യാം? ഉം. എനിക്ക് പറ്റണതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ഇരുന്നിട്ട് ക്ലാസ് എടുക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ആളുകളുടെ എണ്ണം കൂടുന്നതും കേട്ടോ. അപ്പം അത് ഇഷ്ടപ്പെടുന്നവർ വന്നാൽ മതിയെന്ന്. അതെ. അത് ഇഷ്ടമില്ലാത്ത ആളുകൾ, അങ്ങനെ സീരിയസ് ആയിട്ട് പറയുന്ന ആളുകൾ വേറെ ഉണ്ടാവുമല്ലോ. ഇവിടെ എന്തിനാ ചോയ്സ് ഇല്ലാത്ത? എല്ലാവർക്കും ചോയ്സ് ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ബ്രാൻഡുകളുണ്ട്. എന്റെ റൂട്ട് ഇതാ. നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് ഇഷ്ടപ്പെടുന്നത് ഇപ്പം അത്യാവശ്യം കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് സ്ട്രെസ് ഇല്ലാതെ ഇംഗ്ലീഷ് ഭാഷ പഠിക്കണോ? നെക്സ്റ്റ് ലെവൽ ഈസ് ദ ബെസ്റ്റ്. പഠിക്കാം. ദ നെക്സ്റ്റ് ലെവൽ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. IELTS സ്ട്രെസ് ഇല്ലാതെ IELTS പഠിക്കണോ? മോസ്റ്റ് വെൽക്കം, നമ്മൾ സെറ്റാക്കി തരും. എന്നെ കൊണ്ട് ഇംഗ്ലീഷ് ഒട്ടും പറ്റത്തില്ല അതൊന്നും എന്ന് ഇവിടെ പറയുന്നവർക്ക് എളുപ്പമാണോ? ഈസി. എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു വരുന്നവനെ പഠിപ്പിക്കാനാണ് ഏറ്റവും എളുപ്പം. ഈ കുറച്ചറിയുന്നവനെ പഠിപ്പിക്കാൻ ഭയങ്കര പാടാണ്. ചില ആളുകൾ അവിടെ വരാറുണ്ട്, എനിക്ക് കുറച്ചൊക്കെ അറിയാം, ഒന്ന് ട്യൂൺ ചെയ്ത് തന്നാൽ മതി. ഞാൻ പറയും നടക്കൂല വൈ. ഈ കുറച്ചറിഞ്ഞിട്ട് അതിനങ്ങോട്ട് ശരിയാക്കുന്നു. എന്നിട്ട് 2 ചോദ്യം നമ്മൾ അങ്ങോട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ അയ്യോ അതറിയില്ല, ഇതറിയില്ല. സറണ്ടർ ചെയ്യുന്നിടത്തുനിന്നാണ് വിജയം വരിക. ഒരു ഗുരുനാഥൻ അല്ലെങ്കിൽ നിങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു നോക്കി, എനിക്ക് ഒന്നും അറിയില്ല ആങ്കറിങ്ങിനെ പറ്റിയിട്ട്, നിങ്ങളൊന്ന് എന്നെ സെറ്റാക്കി തരണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇത്തിരി എളുപ്പമുണ്ടാവും കാര്യങ്ങൾ. എളുപ്പമുണ്ടാവും, പഠിപ്പിക്കാൻ ഒരു ഇഷ്ടമെന്ന് തോന്നുന്നു. ഞാൻ
ഞാൻ അജിനാണ്, ഞാൻ ആങ്കറാണ്, ഒന്ന് ട്യൂൺ ചെയ്ത് തരണം എന്ന് പറഞ്ഞു നോക്കിയേ. അപ്പം മറ്റവൻ പറയും വിട്ടോ, ഇപ്പം തന്നെ നല്ലതാണെന്ന് പറയും. എത്ര ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും? അത് ആ പഠിക്കാൻ വന്നവൻ്റെയും കൂടി സ്വഭാവം അനുസരിച്ചിരിക്കും. ഉം. നമുക്ക് ഒരാളെയും പഠിപ്പിക്കാൻ കഴിയില്ല. മറ്റേ ഫഹദ് ഫാസിലിൻ്റെ സിനിമയിൽ പറയുന്നില്ലേ, ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, പഠിപ്പിക്കാൻ പറ്റുന്നതൊന്നുമല്ല. പഠിക്കാൻ പറ്റുമെന്ന് പറയും. മഹേഷിന്റെ പ്രതികാരം. മഹേഷിൻ്റെ പ്രതികാരം അതിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഇതൊരു കോൺസെപ്റ്റാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഗൾഫ് നാടുകളിൽ 10ഉം 15ഉം 20ഉം വർഷവും നിന്നിട്ട് അറബി പഠിക്കാത്ത ആളുകളുണ്ട്. ഉണ്ട്. അതെ. ഒറ്റ കൊല്ലം കൊണ്ട് അറബി ഫ്ലുവൻ്റ് ആയിട്ടുള്ള ആളുകളും ഉണ്ട്. ഇപ്പം എന്താ നടന്നത്? നമ്മളെങ്ങനെ അതിനെ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇതിന് തൃശ്ശൂർ തന്നെ വരണമെന്നുണ്ടോ? ഓൺലൈനായിട്ടും നമുക്ക് ക്ലാസ്സുകളുണ്ട്. തനി പരസ്യമുണ്ടോ? ഇല്ല, പറഞ്ഞു പറയണം. ഓൺലൈനായിട്ട് നമുക്ക് ക്ലാസ് ഉണ്ട്, ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകളുണ്ട്. ഞാൻ പ്രിഫർ ചെയ്യുക ഓഫ്ലൈൻ തന്നെയാണ്. കാരണം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നൊരു കാര്യം, ₹1 ചെലവില്ലാതെ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ലെവലിൽ പറ്റുമല്ലേ? 100%. പക്ഷെ അവിടെ പക്ഷെ നിങ്ങളെ ഇല്ലില്ല, ഫീസില്ല. ഫീസ് വേണമെങ്കിൽ ഞാൻ ഒഴിവാക്കി തരാം. ആ. പക്ഷെ നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫോട്ടോ എനിക്ക് തരണം. എന്നിട്ട് ഞാൻ അവിടെ ബോർഡ് വെക്കും, ഇവനെയും ഞാൻ പഠിപ്പിച്ചു തന്നു. പിന്നെ എനിക്ക് ഭയങ്കര അഡ്മിഷൻ ആയിരിക്കും. പക്ഷേ ഇനി മുന്നോട്ടുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ ഈ ബ്രാൻഡിനെ ഒന്ന് വലുതാക്കണം ഓക്കെ. എന്നാണ് ഏറ്റവും വലിയ സ്വപ്നം. മറ്റ് സിറ്റികളിലോട്ട് വ്യാപിപ്പിക്കണം. ആ. എൻ്റെ ശരിക്കുള്ള എൻ്റെ ആഗ്രഹം പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ എനിക്ക് റിട്ടയർഡ് ആവണം. ആ റിട്ടയർഡ് ആവുന്ന സമയത്ത് എനിക്കൊരു 10 ബ്രാഞ്ചെങ്കിലും ഉണ്ടാവണം. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് UAE ഒരു ബിസിനസ് തുടങ്ങണം. ഇതുപോലെ തന്നെ ഒരു ട്രെയിനിങ് സെൻറ്റർ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റ് ജില്ലകളിൽ ഇതുപോലെ ഒന്ന് ട്രെയിനിങ് സെൻറ്ററുകൾ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ കുറേ ആളുകൾക്ക് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റും. അതിനേക്കാൾ കൂടുതൽ കുറേ ഇൻകം വാങ്ങാൻ പറ്റും. ഈ 10ൻ്റെ കണക്ക് എന്താ വെച്ചാൽ 2 പെൺകുട്ടികളാണ്. 4 എണ്ണം ഒരാൾക്കും 4 എണ്ണം വേറൊരാൾക്കും. ബാക്കി 2 എണ്ണം വരൂലേ, അതെനിക്കും ഭാര്യയ്ക്കും. കാരണം അവർ നമ്മളെ നോക്കാണ്ടാവുമല്ലോ, അപ്പം നമുക്ക് ജീവിക്കണമല്ലോ. അപ്പം അതിന് വേണ്ടി 2 എണ്ണം. അപ്പം അങ്ങനെ ഒരു 10 ഇൻസ്റ്റിറ്റ്യൂട്ട് ആവുക, ഇതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. 100% നടക്കും, എന്തായാലും നടക്കും. ഇത്രയും നേരം നമ്മോട് സംസാരിച്ചു. എനിക്ക് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇപ്പം നീ ആരാണ്, അല്ലെ എവിടുന്ന് വന്നു എന്നൊക്കെ മച്ചാൻ്റെ വീഡിയോ കണ്ട് കമൻറ്റ് ഇടുന്നവരോട്, മറ്റുള്ള ട്രെയിനേഴ്സിനെ പോലെ ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറയുക, പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മുഖത്ത് നോക്കി തന്നെ പറയും. ഒരു മറയില്ലാതെ. അതിന് പലർക്കും എന്നെ ഇഷ്ടമല്ല. അല്ല അങ്ങനെയുള്ളവർ ഇഷ്ടപ്പെടത്തില്ല ആൾക്കാർ. അല്ല, ഇഷ്ടപ്പെടണ്ട, അവരെന്നെ ഇഷ്ടപ്പെടണ്ട. അപ്പം ഒത്തിരി നേരം നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പം നെക്സ്റ്റ് ലെവൽ എന്നുള്ളത് അതുക്ക് മേലെ പോട്ടെ. ഒത്തിരി സന്തോഷം. അപ്പം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു. അജിനോട് എനിക്ക് കാര്യം പറയാനുള്ളത്, ഇതുവരെ വരുന്നവരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു അജിനെ അല്ല ഈ അജിൻ. ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു യു ആർ സച്ച് ലൈക്ക് ഒരു ട്രിക്കി പേഴ്സൺ, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഞാനിങ്ങനെ ഫസ്റ്റ് ഇവിടെ വന്ന് ആദ്യത്തെ ഒരു അരമണിക്കൂറിൽ ഞാനിങ്ങനെ പേടിച്ചിട്ടായിരുന്നിരുന്നത്, ഇവൻ എങ്ങോട്ടാ പോകുന്നത്, ഇതിൽ നെഗറ്റീവ് വരുന്നുണ്ടോ എന്നൊക്കെ. അപ്പം മനസ്സിന്ന് അങ്ങനെയുള്ള ഒരു അജിനെ മാറ്റി ഒരു നല്ല സുഹൃത്ത് അജിനാക്കിയിട്ട് മാറിയതിന് താങ്ക് യു. അപ്പം ഒരു സോറിയും പറയുന്നു തെറ്റിദ്ധരിച്ചതിന്. ഫാമിലിയോട് പോയി 100%. ഇന്ന് ഇവിടുന്ന് ഇറങ്ങിയാൽ ആദ്യത്തെ പണി വൈഫിനെ വിളിച്ച് പറയാന്നുള്ളതും എന്നോട് ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് പറഞ്ഞ ആളുകളോട് തിരുത്തി പറയാന്നുള്ളതാണ്. അപ്പം ചുരുങ്ങിയത് ഒരു 10-15 പേരെങ്കിലും ഞാൻ ഇന്ന് തിരുത്തും. നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് ഞാനത് തിരുത്തും. അപ്പം താങ്കൾക്കും എല്ലാവിധ ആശംസകളും. വലിയ ഒരു ആങ്കറായിട്ട് മാറട്ടെ. താങ്കൾ ഇന്ന് എനിക്കും കുറേ പഠിക്കാനുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നപ്പം എനിക്കും തോന്നി, സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ യൂട്യൂബ് ചാനലില്ല. ഞാൻ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങൾ ഇത്രയും വലിയൊരു പ്രസ്ഥാനമാണെന്നൊക്കെ എനിക്ക് മിലേനിയം എന്നൊക്കെ പറഞ്ഞ ഇത്രയും വലിയ ഗ്രൂപ്പാണെന്നൊക്കെ മനസ്സിലായത്. അപ്പം ഇപ്പം എനിക്കൊരു ആഗ്രഹം, യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഇപ്പോൾ എനിക്കും ഉണ്ട്. അപ്പം മിലേനിയം ചാനലിന് എല്ലാവിധ ആശംസകളും. അതോടൊപ്പം നമ്മുടെ നിതിൻ ഗോകുൽ, ഡെഫിനറ്റ്ലി 2 ഇടിവെട്ട് ക്യാമറമാൻമാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇതില് പ്രത്യേകം കട്ട് ചെയ്ത് റീലിടും. എനിക്ക് ഏറ്റവും ഇഷ്ടം നിതിനും രാഹുലാണോ? ഗോകുലാണ്. ഞാൻ അജിനോടാണ് സംസാരിക്കുന്നതെങ്കിലും ഗോകുൽ അവിടെ ഇരുന്ന് ചിരിക്കുന്നതാണ് ഞാനിങ്ങനെ നോക്കുന്നത് പലപ്പോഴും. അപ്പൊ ഗോകുൽ ചിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഈ വിറ്റ് ഓക്കെയാണ്, ഈ കഥ ഓക്കെയാണ് എന്നുള്ളത്. ഇദ്ദേഹത്തെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത് നമ്മൾ ഒരു ഇന്റർവ്യൂവിലും പറയാത്തൊരു കാര്യം കേട്ടോ. ഇപ്പൊ ആങ്കർ എന്ന രീതിയിൽ അല്ലെ ഗസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് കഥ പ്രസന്റ് ചെയ്യാനും നമ്മുടെ വാക്കുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കുന്ന ഗസ്റ്റിനോ ആങ്കറിനോ അല്ല,
ക്യാമറമാന്മാര്. ഡെഫിനറ്റ്ലി ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്ന എന്റെ പവർ എന്ന് പറയുന്ന ഇതിനെന്ന് പറയുന്ന ആങ്കർ ഫ്ലോപ്പ് ആണെങ്കിൽ അവൻ ചിരിക്കും. അതൊരു അല്ലേ സത്യം. 100%. പക്ഷേ എല്ലാവിധ ആശംസകളും. ഈ ക്യാമറ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയ ടഫായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. അപ്പം എല്ലാവിധ ആശംസകളും ഗോകുലിനും രാഹുൽ അല്ലേ നിതിൻ സോറി, ഞാൻ ഈ പേര് പഠിക്കാൻ ഭയങ്കര മടിയനാട്ടോ. നിതിൻ ആൻഡ് ഗോകുൽ. അപ്പം ഒപ്പം ഇത് മാത്രമല്ല, ഇതിന്റെ പുറകിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ഉണ്ട്. എഡിറ്റേഴ്സ് ഉണ്ടാവാം, ഇതിന്റെ ഓണേഴ്സും എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് യൂട്യൂബ് ചാനലായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. തിരിച്ചു താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമസ്കാരം.